ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുക്കുറളിൻ്റെ 81ാമത്തെ അധികാരത്തിലേക്ക് പോവുകയാണ്. പഴക്കം, പരിചയം, പഴമൈ, ഫെമിലാരിറ്റി എന്നൊക്കെ പറയുന്ന വിഷയങ്ങളാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്ന ശാന്തി മാമിനെയും മോഹൻദാസ് സാറിനെയും കൂടെ. ശാന്തി മാം, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 81ാമത്തെ അധികാരം പഴമൈ എന്നതാണ്. പഴമൈ എന്ന് പറയുമ്പോൾ ഓൾഡ് അല്ലെങ്കിൽ പഴയത് എന്ന ഒരു മീനിങ് അല്ല ഇവിടെ വരുന്നത്. ഈ ചാപ്റ്റർ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയിരുന്നു. നട്പാരായ്തൽ എന്ന് വെച്ചാല് ഒരു സൗഹൃദം നമ്മൾ എങ്ങനെ മെനഞ്ഞെടുക്കണം, ആ സൗഹൃദത്തെ എടുക്കുമ്പോൾ ആ സുഹൃത്ത് നമുക്ക് നല്ലത് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇണങ്ങിപ്പോകുന്നതാണോ എന്നൊക്കെ ആരായ്ന്ത് എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്തി എന്നാണ് ആരായ്ന്തിന്റെ കറക്റ്റ് മീനിങ്. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ നല്ല അന്വേഷണം നടത്തിയിട്ട് നമ്മളുമായിട്ട് യോജിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ സൗഹൃദത്തെ കൊണ്ടുപോകാവൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഈ ചാപ്റ്റർ, അതായത് പഴമൈ എന്ന് വയ്ക്കാൻ കാരണം ഒരു സൗഹൃദത്തെ നിലനിർത്തിക്കൊണ്ട് പോവുക. ഇപ്പൊ നമുക്ക് അറിയാം, ഇന്നത്തെ കാലത്ത് കുറച്ചൊരു ട്രെൻഡായി വന്നിരിക്കുകയാണ് ഈ അലുമിനി റീ ഗെറ്റ് ടുഗദർ, റീയൂണിയൻ, ഇങ്ങനെ പല പേരുകളിൽ ഇന്ന് നടത്താറുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, ഇവിടെയൊക്കെ അത് ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മുടെ സൗഹൃദം പുതുക്കുക എന്ന് എടുക്കാം. പക്ഷെ ഈ പഴമ എന്ന് പറയുന്നതിൽ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും അറ്റുപോകാതെ, എവിടെയും വെച്ച് അത് ഒരു ബ്രേക്കപ്പ് ആവാതെ തുടർന്ന് ആ സൗഹൃദത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും അതൊരു വലിയ കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നല്ല സൗഹൃദങ്ങൾ നിലനിർത്തി പോരുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിഷയമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ഫ്രണ്ട്ഷിപ്പിനെ, അതിൽ വരുന്ന ചില പൊരുത്തക്കേടുകൾ, ഇപ്പൊ മനുഷ്യരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന തെറ്റുകുറ്റങ്ങളെയും ക്ഷമിച്ച് അവരുമായിട്ട് അവരുടെ ആ സൗഹൃദത്തെ നിലനിർത്തി കൊണ്ടുപോരുക. ആ സൗഹൃദം എത്ര കാലം പഴകി നിന്നു, അതാണ് ഈ പഴമൈ എന്ന് പറയുന്നതിന്റെ മീനിങ്. അപ്പോ എത്രയോ വർഷം കൊണ്ട് ആ സൗഹൃദം നിലനിൽക്കുക. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ചിലപ്പോൾ നമ്മുടെ അച്ഛന്റെയും അപ്പൂപ്പന്റെയും കാലത്ത് നമ്മളുമായിട്ട് സൗഹൃദത്തിലുള്ളവരെ നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ശീലം നമുക്കുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും അതുണ്ട്. ഇത് എൻ്റെ അപ്പൂപ്പന്റെ കാലം തൊട്ട് ഞങ്ങളുടെ സൗഹൃദമുള്ളവരാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, ഇങ്ങനെ പറയാറുണ്ട്. അതുപോലുള്ള ഒരു പഴമയാണ് ഈ പഴമ എന്ന അധികാരത്തിൽ കൂടുന്നത്. അപ്പൊ ഇത് പറയാൻ കാരണം, നட்பு ആരായുധൽ കഴിഞ്ഞു വെക്കാൻ കാരണം, നമ്മളിപ്പോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഈ ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് അത് കഴിഞ്ഞുള്ള അടുത്ത ചാപ്റ്ററായി ഇത് വെച്ചിരിക്കുന്നത്. ഇതില് 81ാമത്തെ കുറളാണ്. பழமை எனப்படுவது யாது எனின் யாதும் கிழமையை கீழ்ந்திടാ നட்பு. ആദ്യ പഴമൈ എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ പറയാണ്. പഴമൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് യാത് എന്ന് ചോദിക്കുകയാണ്. ചില കുറളുകളിൽ ഈ വള്ളുവർ നമ്മോട് തന്നെ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ ചെയ്യാറുണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു. ഈ കവിതകളിൽ പോലും ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കുക, ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ ചെയ്യുക എന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു ശൈലി ഉണ്ടായിരുന്നു കവിതകളിൽ. ആ ശൈലിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പഴമൈ ഇനപ്പെടുവത് യാതനിൻ. പഴമൈ എന്ന് പറയുന്നാൽ ഈ നട്പെന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പഴമത്വം അല്ലെങ്കിൽ പഴമൈ എന്ന് പറഞ്ഞാൽ യാത് എനിൻ എന്നാൽ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, യാതും കിഴമയെ കീഴ്ന്നിടാ നട്പ്. അതായത്
നമ്മുടെ ഇപ്പൊ അധികം സൗഹൃദം നമ്മുടെ ഫ്രണ്ടിന് നമ്മളുമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എനിക്ക് ആ വീട്ടിൽ പോയാൽ എന്റെ സ്വന്തം വീട് പോലെ അടുക്കള വരെ പോകാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? സാധാരണ ഒരു പരിചയക്കാരുടെ വീട്ടിൽ പോയാൽ നമ്മൾ ആ ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ലിവിംഗ് റൂം വരെ കയറാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് വളരെ നിർബന്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി അടുപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അകത്തോട്ട് കയറൂ. ഇത് കിച്ചണിൽ പോയി ആ പാത്രത്തിൽ നിന്ന് ചോറെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ട് അതെടുത്ത് കഴിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം അത്രയാണ്. അങ്ങനെയുള്ള അപ്പൊ നമ്മൾ ചോദിക്കാതെ തന്നെ, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ അമ്മയോട് ഒന്നും ചോദിക്കാറില്ല, നമ്മൾ എടുത്തങ്ങ് കഴിക്കും. അതുപോലെ നമ്മുടെ ഉറ്റ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്ത് കഴിക്കുമ്പോൾ അവിടെ ആരും ചോദിക്കുന്നില്ല. അവിടെ ആ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ കൂടപ്പുറപ്പോ ആരും തന്നെ നീ എന്തുകൊണ്ട് എടുത്തെന്ന് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാതെ ആവണം. അതാണ് യഥാർത്ഥത്തിൽ ആ സൗഹൃദം എന്ന് പറയുന്നത്. ആ അവകാശം അല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുകയാണ്, ഞാൻ കൂടുതൽ നിന്നോട് ഞാൻ കൂടുതൽ എന്തെടുത്തു, അവകാശം എടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. ഇന്നത്തെ സ്വന്തം മക്കളോട് പോലും നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ തിരിച്ചു ചോദിക്കും. ആ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇത് എന്റെ ഇഷ്ടമാണ്, ഞാൻ ഒരു ഡ്രസ്സിങ് സെൻസിലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എല്ലാ ഫ്രണ്ട്ഷിപ്പിൽ പോലും അത്രയും തിക്നെസ് ഉണ്ടായിരുന്നു. അത് നിലനിർത്തി പോണമെങ്കിൽ എന്ത് പാടില്ല? ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എന്തിനെ? ഇങ്ങനെയുള്ള അവകാശങ്ങൾ അവരെടുക്കുമ്പോൾ അത് ശിഥിലമാവാതെ, അത് ഇല്ലാതാവാതെ നമ്മൾ അത് കൊണ്ടുപോകണം. അതാണ് കിഴമയെ കീഴ്ത്തിടാ നட்பு. കിഴമ എന്ന് പറഞ്ഞാൽ അവകാശം അല്ലെങ്കിൽ റൈറ്റ്സ് എന്നെടുക്കാം. ഒരു സുഹൃത്തിനോട് മറ്റൊരു രണ്ട് സുഹൃത്തുക്കളുണ്ട്, അതിൽ ഒരാളുടെ പുറത്ത് വേറൊരാൾക്ക് കൂടുതൽ അവകാശമുണ്ട്. ആ അവകാശം എടുക്കുമ്പോൾ നീ എന്തുകൊണ്ട് എന്നിൽ ഇത്രയും അവകാശം എടുത്ത് എന്ന് ചോദിച്ചു പോകരുത്. അങ്ങനെയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവും. അപ്പൊ അത് കീഴ്ത്തിടാ നட்பு. കീഴ്ത്തിട എന്ന് പറഞ്ഞാൽ ശിഥിലമാവാതെ കൊണ്ടുപോകുന്നതാണ് ശരിക്കുമുള്ള സൗഹൃദം എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം. പതിവ് പോലെ വെള്ളിയാഴ്ച ധന്യമായിരിക്കുന്നു. ഇന്നത്തെ കുറൽ തുടക്കം തന്നെ ഏറെ പ്രായോഗികമായും വളരെ കൃത്യമായും ശാന്തി മാം ഇവിടെ കൃത്യമായി വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 81 ഫെമിലിയാരിറ്റി, പഴമൈ, പഴക്കം, പരിചയം എന്നൊക്കെയാണ് ഇവിടെ അത് എഴുതി വച്ചിരിക്കുന്നത്. കുറെ കൂടി ആഴമായ അതിൻ്റെ ആ അർത്ഥം ലിറ്ററലായി പഴക്കമെന്ന് മാത്രം കേട്ടാൽ ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് അത് ഏത് രീതിയിൽ എന്ന് സൗഹൃദവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിവരിച്ചത്. സുദൃഢമായ ഒരു ബന്ധം, അതിന് എത്രമാത്രം ആഴമുണ്ട് എന്നുള്ളത് വിശദീകരണങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഒറ്റ വാക്കിൽ ഒരുപക്ഷെ അത് പൂർണ്ണതയിൽ മനസ്സിലാകുകയും ഇല്ല. അതുകൊണ്ട് വന്നെത്തിയിരിക്കുന്ന ആളുകൾ ഈ വിഷയം ആദ്യന്തം കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു സുഹൃത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അതിനെ നാം തടസ്സപ്പെടുത്താതിരിക്കുന്നു. അതിനെയാണ് ഇവിടെ കൽപ്പിക്കുന്ന ഈ ബന്ധം, പഴമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം സ്വീകരിക്കുന്നത് സൗഹൃദത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യം എന്നുള്ളത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് പലപ്പോഴും പല ആവർത്തി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെ നിർബന്ധിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാന്യന്മാരുടെ അല്ലെങ്കിൽ നിലവാരമുള്ളവരുടെ കടമ. ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്തപ്പോൾ അടുപ്പമുള്ള സൗഹൃദം എന്ത് ഉദ്ദേശമാണ് നിറവേറ്റുന്നത്?
അഭ്യർത്ഥിക്കാത്ത എന്തെങ്കിലും ചെയ്യാൻ തന്റെ അവകാശങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സുഹൃത്ത്, ചോദിക്കാതെ ഒരു സുഹൃത്ത് സമ്മതം അനുമാനിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരാൾ അത് ആഗ്രഹിച്ചതുപോലെ സ്വീകരിക്കുന്നു. ഒരു സുഹൃത്ത് വേദനിപ്പിക്കുന്ന അഭികാമ്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അജ്ഞതയായി മാത്രമല്ല അടുപ്പത്തിന്റെ അടയാളമായും അതിനെ മനസ്സിലാക്കുക. കുറൾ 801. പഴമൈ எனப்படுவது யாது எனின் யாதும் கிழமையை கீழ்ந்திடா நட்பு. പഴമ അധികാര സൗഹൃദത്തിൽ സന്ദേഹമിയലാതിടപെടും സഖ്യം. പരിചയമെന്നത് സംശയമില്ലാതെ പരിചിതർ ചെയ്യുന്ന കാര്യങ്ങൾ വഹിക്കുന്നതിനെയാണ്. പൗരാണികരനുഷ്ഠിച്ച കാര്യമെല്ലാം പിഴയ്ക്കാതെ തദ്രൂപത്തിൽ അനുഷ്ഠിക്കാൻ പഴമയെന്ന് ചൊല്ലലാം എന്നാണ് കവിവാക്യം. ഓവർ ടു ഓമന ടീച്ചർ. The Tirukkural is a masterpiece of Tamil literature, composed by the weaver philosopher Thiruvalluvar, consisting of 1330 couplets, organized into 133 chapters. It serves as a universal guide to ethics and morality, transcending religious and linguistic boundaries by focusing on the three pillars of life: virtue, aram, wealth, porul, and love, imbam. Its timeless wisdom is distilled into a compact poetic format known as Kural, which packs profound philosophical depth into just 7 words per verse. Chapter 81, Familiarity, Pazhamai. This chapter explores the nuances of long-standing friendships, specifically the right of intimacy that allows friends to act without formal permission. Thiruvalluvar suggests that true familiarity is a virtue where one accepts a friend's liberty or even their mistakes without taking offense. It emphasizes that the strength of a bond is measured by the grace with which we handle the unasked for actions of those closest to us. A proverb: a friend's frown is better than a fool's smile. This reflects the essence of chapter 81, the intimacy of a true friend, even when it manifests as bluntness or overstepping, is far more valuable than the empty politeness of a stranger. It highlights that genuine closeness allows for a level of honesty and liberty that polite society cannot afford. Familiarity is that which bears things done by those known to without doubt. In chapter 81, Kural 801 defines familiarity, Pazhamai, as that undoubting freedom which allows a friend to take liberties or perform actions without asking permission, knowing their intent will not be questioned. The Bible story, Jesus, Martha, and Mary, a perfect illustration of this undoubting freedom, is found in the relationship between Jesus and
the siblings of Bethany. In Luke chapter 10, 38-42 verses, Martha feels so familiar and comfortable with Jesus that she openly complains to him about her sister Mary not helping with the chores rather than being offended by her bluntness or her demand that they intervene. Jesus responds with gentle correction, showing that their bond was strong enough to handle raw honesty. Later in John 11, when their brother Lazarus dies, both the sisters immediately confront Jesus, saying, Lord, if you had been here, my brother would not have died. Their ability to express grief and even a hint of blame without fear of rejection perfectly mirrors Thiruvalluvar's ideas that true intimacy bears all things without doubt. The essence of Kural 801 is that the heart does not take offense when a long standing friend acts with a sense of ownership over the relationship. Martha and Mary didn't use formal, polite language because their love for Jesus had moved past the stage of strangers into the realm of Paramai. Thank you, sir. അടുത്തത് 802 കുറളാണ്. നட்പിற்கு ഉറുപ്പ് കിഴുതகைமை മറ്റ് അതർക്ക് ഉപ്പാതൽ സാன்றോർ കടൻ. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സൗഹൃദത്തിനെ എങ്ങനെ നിലനിർത്തണം, എത്രത്തോളം പഴയതാണോ, എത്ര പഴകിയ സൗഹൃദമാണോ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അടുത്തത് അത് എന്തെങ്കിലും കാരണം കൊണ്ട് പിരിഞ്ഞു പോവാതെ അല്ലെങ്കിൽ അത് ശിഥിലമടയാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നട്പിற்கு ഉറുപ്പ് കിഴുതகைமை. കിഴുതகைமை എന്ന് പറഞ്ഞാൽ അതായത് ഒരു സൗഹൃദത്തിന്റെ നല്ല ഒരു അവയവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരിമയാണ്. ഉരിമ അല്ലെങ്കിൽ അവകാശം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ എൻ്റെ അടുത്ത് എന്നിൽ എത്രത്തോളം സൗഹൃദമുണ്ടോ അത്രത്തോളം എന്തായിരിക്കും ഞാൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ ശകാരിക്കുക, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക. അതാണ് ഏറ്റവും നല്ല ഒരു സൗഹൃദം എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണം അല്ലെങ്കിൽ എന്നിൽ കാണുന്ന കുറ്റങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് എന്നെ ശകാരിച്ച് ഇത് നല്ലതാണ് എന്ന് എന്നിൽ ആ അവകാശം എടുത്തുകൊണ്ട് അതിനെ ശകാരിച്ചില്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് യാതൊരു നന്മയില്ല. അപ്പോ അങ്ങനെ ഒരു അവകാശം എടുക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമുക്ക് ആ അവകാശം നല്ലപോലെ പിടിച്ചില്ലെന്നാവാം. എന്നാലും കിഴുതகைமை എന്ന് പറയുന്നതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. കാരണം കിഴുതகைமை എന്ന് പറയുന്നതിൽ എത്രത്തോളം നമ്മൾ ഒരു സൗഹൃദത്തിന് വേണ്ടി നിൽക്കുന്നു, ആ സൗഹൃദത്തിനെ നിലനിർത്തി പോരാൻ വേണ്ടി എന്തൊക്കെ കൊടുക്കുന്നു, നമ്മുടെ ഇഷ്ടം അനിഷ്ടം എല്ലാം നമ്മൾ ചെയ്യുന്നു. കാരണം നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ പല കാര്യങ്ങൾ സഹിച്ചേ പറ്റൂ. അതുപോലെയാണ് മറ്റ് അതർക്ക് ഉപ്പാതൽ. ഇനി ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപ്പില്ല പണ്ടം കുപ്പയിലേ എന്ന് പറയും. അതായത് ഉപ്പ് ഇല്ല എങ്കിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ ആ ഭക്ഷണത്തിൽ എങ്ങനെയാണോ ഉപ്പ് ലയിച്ചു പോകുന്നത് മാത്രമല്ല, ലയിച്ചത് കൊണ്ട് മാത്രമാണ് ആ ഭക്ഷണം വളരെ രുചികരമാവുന്നത്. അതുപോലെ ആവണം ഈ ഒരു സൗഹൃദത്തിൽ നമ്മുടെ പുറത്ത് ഒരു അവകാശം കൂടുതൽ എടുക്കുകയാണ്. അത് നമുക്ക് ചിലപ്പോ അത്ര പിടിച്ചില്ലെന്ന് വരാം. എന്നാലും അത് സഹിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? മറ്റു എതർക്ക് എന്ന് പറഞ്ഞാൽ അവർ നമ്മളിൽ കാണിക്കുന്ന ആ സൗഹൃദത്തിനെ, ആ അവകാശത്തിനെ, നമ്മളിൽ എടുത്തുകൊള്ളുന്ന അവകാശത്തിനെ ഉപ്പാതൽ, അതാണ് നല്ല വ്യക്തികളുടെ അതെങ്കിൽ അതാണ് ഈ സാன்றോർ എന്ന് പറഞ്ഞാൽ
മേന്മക്കൾ എന്ന് പറയും. അതായത് ഉയർന്നോർ, വലിയവർ, എങ്ങനെ വേണമെങ്കിലും എടുത്തോളാം. അവരുടെ കടമ അങ്ങനെ വേണം ആവാൻ. അവർക്ക് ആ സൗഹൃദത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അത് സഹായിക്കും. അങ്ങനെ ആവണം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഉപ്പ് പോലെ. ഉപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ലയിച്ച് ഭക്ഷണത്തിന് എങ്ങനെയാണോ നന്മ വരുത്തുന്നത് അല്ലെങ്കിൽ രുചികരമാക്കുന്നത്, അതുപോലെ ഇത് ചെയ്യണം. എക്സാമ്പിൾ നമുക്ക് പറയുന്നത്, ഒരു ഫ്രണ്ട് കല്യാണത്തിന് വിളിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നീ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് എന്ന് ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകാതിരിക്കും. അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്താണെങ്കിൽ പോകാം. പോയിട്ട് എന്ത് പറയാ? നീ വിളിച്ചില്ലേലും ഞാൻ എത്തി, കാരണം നിന്നിൽ എനിക്ക് അത്രയും അവകാശമുണ്ട് എന്ന് കാണിക്കാം. അതുപോലെ വഴക്ക് പറയാം, എന്തുകൊണ്ട് എന്നെ നീ വിളിച്ചില്ല എന്ന്. നമുക്ക് ചിലപ്പോൾ ഒരു അടി കൊടുത്താലും തെറ്റില്ല, കാരണം അത്രയും അവകാശം നമ്മളിൽ ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം തോന്നും, എന്തുകൊണ്ടാണ് ഇതെന്ത് ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെയുള്ള ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ സഹിക്കണം. അതാണ് ആ സൗഹൃദത്തിന്റെ ആഴം എന്നാണ് പറയുന്നത്. ആ സൗഹൃദത്തിൽ വരുന്ന ആ ഉരിമ അല്ലെങ്കിൽ ആ അവകാശം വളരെ നിലനിന്ന് പോണം. അതാണ് സൗഹൃദത്തിന് നന്മ തരുന്നത്. ഇതാണ് ഈ കുറിലിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ കുറൾ 802. നട്ടിർക്കു ഉറപ്പു കെഴുത കൈമൈ, മറ്റതർക്ക് ഉപ്പാതൽ ചാൻഡോർ കടൻ. സഖ്യത്തിന് അംഗങ്ങൾ ഇഷ്ടകർമ്മങ്ങൾ അത് ഹൃദ്യമാക്കൽ ബുധധർമ്മം. ഇവിടെ സ്നേഹിതർ തമ്മിലുള്ള ഗാഠമായ ബന്ധത്തെക്കുറിച്ചാണ് കുറൾ പറയുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളവർ നമുക്ക് നന്മ മാത്രമേ ചെയ്യുള്ളൂ. അത്തരം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ചൈതന്യവത്തായ ശരീരത്തെ ചലനാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും പ്രധാനമാണെന്ന് ഈ കുറൾ പറയുന്നു. സ്നേഹത്തിന് അവയവങ്ങളായിട്ടുള്ളത് സ്നേഹിതർ അവകാശപൂർവം ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതുകൊണ്ട് ആ അവകാശത്തിന് ഹൃദ്യമാം വണ്ണം വിധേയരാകുക എന്നത് നമ്മുടെ കടമയാകുന്നു. പഴക്കമുള്ള സുഹൃജനങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ആ സഖ്യത്തിന്റെ അംഗങ്ങളാണ്, അതായത് അവയവങ്ങളാണ്. നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പഴയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചിരകാലമായി നമുക്ക് സുഹൃത്ത് ബന്ധത്തിലുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ എത്ര കണ്ട് സ്വീകരിക്കുന്നുവോ, സജീവമാക്കുന്നുവോ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന ചലനാത്മകത ശരിക്കും പ്രകടമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ചൈതന്യമാകാൻ കഴിയുന്നത്, നമുക്ക് പ്രകാശിക്കാൻ കഴിയുന്നത്, നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം പ്രവർത്തികളെ ശ്ലാഘിക്കുകയും സുഹൃത്തുക്കളുടെ അത്തരം പ്രവർത്തികളെ ശ്ലാഘിക്കുകയും അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും മധുര അനുഭവങ്ങളായി മാറ്റുകയുമാണ് ഒരു ഉത്തമന്മാരുടെ കടമ എന്ന് ഈ കുറൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പണ്ട് തോളിൽ കൈയിട്ട് നടക്കാനും നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചെറു കുറുമ്പുകൾക്ക് കൂട്ടുചേരാനുമൊക്കെ എപ്പോഴും നമുക്ക് കൂട്ടുണ്ടായിരുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ചെറുപ്പത്തിലായാലും വലുതായി കഴിഞ്ഞാലും കൂട്ടിന് ചങ്കായ ഒരു ചങ്ങാതി ഇല്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. ജീവിതം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ ഘട്ടങ്ങളും താണ്ടി എവിടെ എത്തിച്ചേർന്നാലും നാം തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ഈ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച മറ്റെന്തിനേക്കാളും വലുതാണ് വരമായി നമുക്ക് ലഭിക്കുന്ന കുറച്ച് നല്ല സൗഹൃദങ്ങൾ. പലപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ സൗഹൃദങ്ങളാണ്. സൗഹൃദം പോലെ സന്തോഷം തരുന്ന മറ്റൊന്നില്ലെന്ന് ഈ കുറൾ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കുറൾ 802. നട്ടിർക്കു ഉറപ്പു കെഴുത കൈമൈ, മറ്റതർക്ക് ഉപ്പാതൽ ചാൻഡൂർ കടൻ. സഖ്യത്തിന് അംഗങ്ങൾ ഇഷ്ടകർമ്മങ്ങൾ അത് ഹൃദ്യമാക്കൽ ബുധധർമ്മം. ഓവർ. താങ്ക് യു സർ. Good evening to all. Tirukkural Part 2.
பொருட்பால் வெல்த் பொலிட்டிக்ஸ். குறள் chapter 81 familiarity. குறள் 802 നട്പിற்கு ഉറപ്പ് കെഴുത കൈമായി മറ്റു അതർക്ക് ഉപ്പാതൽ ചാൻഡോർ കടൻ. Real friendship is the privilege of acting as one pleases. To yield to that is the duty of the wise. Then nobility of love is freedom of lovers. Then yielding to that freedom is duty of good people. To bear with the freedom of friends is the duty of the wise. General interpretation. True friendship is defined by the right to intimacy, and the wise consider it their duty to agree and to and cherish this close familiarity. നട്പിർക്കു ഉറപ്പു കെഴുത കൈമൈ മറ്റു അതർക്കു ഉപ്പാതൽ ചാൻഡോർ കടൻ. താങ്ക് യു ഓൾ. പവർ സർ. അടുത്തത് 803 കുറളാണ്. പഴകിയ നட்பு எவன் செய்யும் கெழுதகைமை செய்தாங்கு അമയാക്കടை. ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആ പഴയ നட்பு അല്ലെങ്കിൽ സൗഹൃദം എങ്ങനെ നിലനിൽക്കണം, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പഴകിയ നட்பு എവൻ ചെയ്യും കെഴുതகைமை ചെയ്താങ്ക് അമയാക്കടை. അതായത് ഒരു സൗഹൃദത്തിന്റെ പഴമ കൊണ്ടും ഞാനും ഈ അദ്ദേഹവും തമ്മിലുള്ള ആ സൗഹൃദം എന്ന് പറയുന്നത് ഒരുപാട് വർഷക്കാല പഴക്കമുള്ളതാണ്. ആ ഒരു അവകാശം എടുത്തുകൊണ്ട് നമ്മളോട് ചിലപ്പോ എന്തെങ്കിലും പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ടും അത് ചെയ്യിപ്പിക്കും ചില സന്ദർഭങ്ങളിൽ. അപ്പൊ നമുക്ക് അതിലോട് ചില സമയത്ത് ചില ഇഷ്ടക്കേടുകൾ തോന്നാം. എന്നാൽ ആ ഇഷ്ടക്കേടുകളെല്ലാം പുറമേ പ്രകടിപ്പിക്കാതെ ഈ സുഹൃത്ത് എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ ഈ സൗഹൃദം എന്നുള്ളത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അപ്പൊ ഇത്രയും കാലം നിങ്ങൾ നല്ല സൗഹൃദമാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ എന്ത് ഫ്രണ്ട്ഷിപ്പാണുള്ളത്? അതിൽ എന്താണ് നമ്മൾ ഇത്രയും പഴക്കം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അപ്പൊ ഇത്രയും കാലം നമ്മൾ പല കാര്യങ്ങളിൽ സൗഹൃദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ചുള്ള ഒരു സ്വഭാവമായിരിക്കണം. രണ്ടുപേർക്കും വിയോജിപ്പ് കാണില്ല. ഇനി അഥവാ ഒരാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും മറ്റൊരാൾ വിട്ടുകൊടുക്കും. ഇങ്ങനെയുള്ളതല്ലേ സൗഹൃദം? അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോന്നുവെങ്കിൽ ഇപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ സൗഹൃദം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. അതാണ് കെഴുതகைமை ചെയ്താങ്ക്. കെഴുതகைமை എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് നമ്മൾ എടുക്കുന്ന ആ ഉരിമ അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത് അത് ചെയ്താങ്ക് അമയാക്കടை. ആ അവകാശം എടുത്തുകൊണ്ട് നമ്മളെടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ പഴകിയ നட்பு എവൻ ചെയ്യും. ഇത്രയും കാലം നമുക്ക് അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യും? എന്ത് പ്രയോജനമാണ് ഉള്ളത്? ഒരു പ്രയോജനവും ഇല്ല. അപ്പോ എന്താണ് ആവശ്യമെങ്കിൽ ഒരു സൗഹൃദത്തിന് കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ചകൾ വേണം. ഇത് തന്നെയാണ് നമ്മൾ കുടുംബത്തിലും പറയുന്നത്. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതുപോലെ ഒരു പ്രാവശ്യം നമ്മളാണ് വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അദ്ദേഹമായിരിക്കും. ആ ഒരു ആവണം നമ്മുടെ സൗഹൃദം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തിരുക്കുറൾ കുറൾ 803. പഴകിയ നட்பு എവൻ ചെയ്യും കെഴുതகைமை ചെയ്താങ്കു അമയ്യാക്കടை. പഴയ സഖ്യത്തിന് എന്തർത്ഥം?
സുഹൃത് കർമ്മം സ്വകൃതമായി സ്വീകരിക്കായിൽ. പഴയ സഖ്യത്തിന് എന്തർത്ഥം? സുഹൃത് കർമ്മം സ്വകൃതമായി സ്വീകരിക്കായിൽ. ഇവിടെ തിരുവള്ളുവർ സൗഹൃദം വളരെ പണ്ട് മുതലേ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലൊക്കെ. അത്തരം സൗഹൃദങ്ങളിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെയായിരിക്കണം നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ഈ കുറളിലൂടെ പറയുന്നത്. സുഹൃത്തുക്കൾ അവകാശപൂർവം ചെയ്യുന്ന പ്രവർത്തികളെ താൻ സ്വയം ചെയ്തതുപോലെ കൈക്കൊള്ളാത്ത പക്ഷം അവരോട് ദീർഘമായി ഇടപെട്ട് ഊട്ടിയുറപ്പിച്ച സ്നേഹബന്ധം കൊണ്ട് എന്തു ഫലമാണ്? ദീർഘകാലത്തെ ബന്ധമുള്ള പഴയ സുഹൃത്തുക്കൾ തൻ്റെ പേരിലുള്ള അവകാശം കൊണ്ടും തൻ്റെ തന്മയ്ക്കു വേണ്ടിയും ചെയ്യുന്ന പ്രവൃത്തികളെ സ്വന്തം പ്രവൃത്തികളായി കരുതി സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയാത്ത പക്ഷം പണ്ടുപണ്ടേയുള്ള ഉറച്ച ബന്ധം എന്ന് മേനി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് ഈ കുറൾ ചോദിക്കുന്നത്. അടുത്ത സുഹൃത്തുക്കളാണ് എപ്പോഴും നമ്മുടെ ഉപദേശത്തിനായി കാത്തിരിക്കുന്നത്. അവരുടെ ഉപദേശങ്ങൾ നമ്മളും സ്വീകരിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഉപദേശങ്ങൾക്കായി കാതോർക്കുന്നതും അത്തരം സുഹൃത്തുക്കളായിരിക്കും. നല്ല വാർത്തകൾ പങ്കിടാനോ ആഘോഷിക്കാനോ ആശ്രയിക്കാനോ കഴിയുന്ന ആളുകളാണ് ഇവർ. ഉൾക്കാഴ്ചയുള്ളവരും പരസ്പര പിന്തുണയോടെയുള്ള വളർച്ചയിൽ പങ്കാളികളുമായിരിക്കും ഇവർ. അവർ യഥാർത്ഥത്തിൽ നമ്മളായി തന്നെ നിലനിൽക്കുന്നവരാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. സുസ്ഥിരമായി മുൻവിധികളോ ഉപാധികളോ ഇല്ലാത്ത പിന്തുണയും പരസ്പര സ്നേഹവും വിശ്വസ്തതയും അത്തരം സൗഹൃദങ്ങളുടെ മുഖമുദ്രയാണ്. അത്തരം സുഹൃത്തുക്കളെ കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ പൊതുവെ ഒരു നിറവ് നമുക്ക് അനുഭവപ്പെടും. അത് തന്നെയാണ് ഈ കുറളും പറയുന്നത്. കുറൾ 803. പഴകിയ നட்பு യവൻ ചെയ്യും കെഴുത കൈമൈ ചെയ്താങ്കു അമയ്യാക്കടൈ. പഴയ സഖ്യത്തിന് എന്തർത്ഥം? സുഹൃത് കർമ്മം സ്വകൃതമായി സ്വീകരിക്കായിൽ. ഓവർ. താങ്ക് യു സർ. Thank you, ma'am. What is the love of friends if the helps we do freely are not received? In chapter 81, Qural 803 emphasizes that the very essence of a long-standing friendship is the right of intimacy, the freedom to act for a friend without being asked. If a friend does not graciously accept the help or liberties we take on their behalf, the love of friends loses its meaning and strength. The Ramayana story, Guha and Lakshmana. A touching example of this is the bond between Guha, the hunter king, and Rama, along with Lakshmana. When Rama was exiled to the forest, Guha, out of sheer love and familiarity, brought fish, honey, and meat as a feast for his royal friend. Knowing Rama's woe of asceticism, Guha still insisted on offering the best he had, and Rama accepted the gesture of love with a warm heart rather than rejecting it based on rigid rules. Furthermore, when Guha insisted on guarding the sleeping Rama all night, Lakshmana did not dismiss him as an outsider or a stranger, interfering with his duty. By allowing Guha to perform this service of protection, the brothers validated Guha's intimacy, proving that true friendship is found in the joy of allowing a friend to serve you freely. Tiruvallur suggests that if you reject a friend's spontaneous act of help
because you didn't ask for it. You are treating them like a stranger. Rama's greatness lay in his ability to receive Guha's simple offerings, thereby honoring the Paramai, familiarity between them. Over. അടുത്തത് 804 കുറളാണ്. വീഴை തകയാൻ വേണ്ടി ഇരുപ്പർ കെഴുതകയാൻ കേളാത് നട്ടാർ ചെയ്ൻ. ഇതും ആ പഴമയായ അല്ലെങ്കിൽ വളരെ വളരെ കാലം തുടർന്നു പോരുന്ന ഒരു സൗഹൃദത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത്. നട്ടാർ കെഴുതകയാൻ കേളാത് ചെയ്ൻ എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദത്തിന്റെ പേരിൽ രണ്ട് പേര് തമ്മിൽ ഉള്ള ആ ഒരു അവകാശം കൂടുതൽ എടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓർക്കാവുന്നത് നമ്മുടെ മഹാഭാരതത്തിൽ ഈ കർണനും ദുര്യോധനന്റെ ഭാര്യയും കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദുര്യോധനൻ വരുന്നതിനെ ആര് കാണുകയാണ്? ദുര്യോധനന്റെ വൈഫ് കണ്ടു. അപ്പോൾ ഈ അതിന്റെ തൊട്ട് പുറകിലൂടെയാണ് വരുന്നത്, കർണന്റെ പുറകിലാണ്. അപ്പൊ കർണൻ അറിയില്ല ദുര്യോധനാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവൻ വിചാരിക്കും അവൾ തോറ്റുപോകും എന്നുള്ളത് കൊണ്ടാണ് എണീറ്റ് പോകുന്നതെന്ന്. എന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അവൾ എണീറ്റപ്പോഴേക്കും അവളുടെ ആ സാരി തുമ്പിൽ പിടിച്ച് വലിക്കുമ്പോഴേക്കും അതിന്റെ അറ്റത്തിരിക്കുന്ന മുത്തുക്കളൊക്കെ ചിതറി വീഴും. അപ്പോൾ അവിടെ വന്ന ദുര്യോധനൻ സാധാരണ ഒരു പുരുഷനാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്റെ ഭാര്യയുടെ സാരി വലിച്ചു എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കുമായിരുന്നു. പക്ഷെ ദുര്യോധനൻ അത് ചെയ്തില്ല. കാരണം ദുര്യോധനന്റെയും കർണന്റെയും ആ സൗഹൃദം എന്ന് പറയുന്നത് അത്ര വലിപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാനത് തമിഴിൽ തന്നെ പറയാം. തമിഴിൽ ആ വില്ലിഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്, എടുക്കവോ കോർക്കവോ എന്ന് വെച്ചാൽ ആ മുത്തുക്കളെ എടുക്കണോ കൊരുത്തു തരണോ, അതായത് ആ സാരിയിൽ ഞാൻ കൊരുത്തു തരട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം കർണൻ എന്തുകൊണ്ടാണ് പിടിച്ചെന്നോ എന്തുകൊണ്ട് അത് ഊരിപ്പോയി എന്നോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. കാരണം അറിയാം അദ്ദേഹം എങ്ങനെയാണ് എന്ന്. ഇതുപോലെ ആവണം ഒരു സൗഹൃദം എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം അങ്ങനെ കർണൻ എന്തുകൊണ്ടാണ് അത് വലിച്ചെന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം ഫ്രണ്ട്ഷിപ്പാണ്, അത്രയും അടുത്ത സുഹൃത്താണ് ദുര്യോധനൻ. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വന്തം അനുജത്തിയായി കരുതി കാണും. അപ്പൊ അനുജത്തിയുടെ ഒരു സാരിയിൽ വലിക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തത്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്താണ് സൗഹൃദത്തിന്റെ വലിപ്പമാണ് മനസ്സിലാവുന്നത്. കാരണം ആ സൗഹൃദമാണ് മുന്നിൽ നിൽക്കുന്നത്, അല്ലാതെ സംശയങ്ങളോ വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും അവർ തമ്മിൽ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അത് വളരെ ഫേമസ് ആയ ഒരു ലൈനാണ് ആ തമിഴിൽ പറയുന്നത്, എടുക്കവോ കോർക്കവോ എന്ന് വെച്ചാൽ ഇത്രയും ആഴമേറിയ ഒരു സൗഹൃദമാണ് അവര് തമ്മിലുള്ളത് എന്ന് പറയുകയാണ്. അതുപോലെ ആവണം നമ്മുടെ സൗഹൃദം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീഴை തകയാൻ നട്ടാർ ചെയ്ൻ, ഒന്നും തന്നെ ചോദിക്കാതെ ആ സൗഹൃദത്തിന്റെ വലിപ്പം കാരണം, അവരോടുള്ള അടുപ്പം കാരണം അവരടുത്ത് നമ്മൾ കൂടുതൽ അവകാശം എടുത്ത് ഒന്ന് ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിൽ ഒരു കാര്യത്തിൽ ചെറിയൊരു വിഷമമുണ്ട്. ഒരിക്കലും അത് പുറത്ത് കാണിക്കരുത്. വീഴை തകയാൻ വേണ്ടി ഇരുപ്പർ, അതായത് വീഴை തകയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ മനുഷ്യർക്കും ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തന്നെ നടക്കണം എന്നുള്ളതിൽ നമ്മൾ പിടിവാശിക്കാരാണ്. അതിൽ ഇച്ചിരി ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് ഈ കുറൾ പറയുന്നത്. അതായത് വീഴை തകയാൻ വേണ്ടിയിരുപ്പർ, ഈ നட்பிന് വേണ്ടി അല്ലെങ്കിൽ ഈ സൗഹൃദത്തിന് വേണ്ടി നമുക്ക് തോന്നുന്ന ആ സ്വരച്ചേർച്ചയില്ലായ്മ, അതെന്തോ നമുക്കൊരു ചെറിയൊരു പെശക് വന്നിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല.
അത് പുറത്ത് കാണിക്കരുത്. കാരണം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ആ സൗഹൃദം നിലനിൽക്കില്ല. അത് അവിടം വെച്ച് തന്നെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മളിൽ എടുത്തുകൊണ്ട് ആ അവകാശത്തെ, ആ ഉരിമയെ ഒരിക്കലും പുറന്തള്ളരുത്. അവര് ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടാണ് അത് നമ്മളത് ഏൽക്കുകയാണ്. നീ ചെയ്തത് ശരിയാണ്, അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പൂർണ്ണമായി ഞാൻ അത് ഏറ്റുകൊള്ളുന്നു, അതിലോട് ഞാൻ യോജിക്കുന്നു എന്ന് വേണം കാണിക്കാൻ എന്നുള്ളതാണ് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഖുറാൻ 804 അധികാരം 81. സ്നേഹപ്പഴമ. വിഴതകയാൻ വേണ്ടി ഇരുപ്പർ കൊഴുതകയാൻ കേളാതു നട്ടാർ ചെയ്യും. സമ്മതം കൂടാതെ മിത്രങ്ങൾ ചെയ്തിടും കർമ്മങ്ങൾ സ്വീകാര്യം നന്മയെ തന്നിടിൽ. എന്ന് വെച്ചാല് സമ്മതം കൂടാതെ സ്നേഹിതന്മാർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നാം അത് സ്വീകരിക്കണം. സൗഹൃദം എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകണം എന്നാണ് ഈ ഖുറാൻ പറയുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ പോലും നാം അത് പുറത്ത് കാണിക്കാതെ, ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുക, അത് നിലനിർത്തിക്കൊണ്ടു പോവുക. അങ്ങനെയായാൽ സൗഹൃദം നിലനിൽക്കും. ഒരു സുഹൃത്തിനെ നാം ചിലപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി അവിടെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അത് നമുക്ക് വളരെയധികം സന്തോഷം, നമുക്ക് നമ്മുടെ വീട് പോലെ മറ്റൊരാളിന്റെ അന്യന്റെ വീടാണ് അല്ലെങ്കിൽ സുഹൃത്തിന്റെ വീടാണെന്ന് പോലും തോന്നാതെ രണ്ടും ഒരേപോലെ തോന്നും, നമ്മുടെ വീട് പോലെ തോന്നും. അതുപോലെ അങ്ങനെ നാം ചെയ്യും. ഒരു ചങ്ങാതിയുടെ കാര്യത്തിൽ മറ്റൊരു ചങ്ങാതിക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അത് പ്രകടിപ്പിക്കാതെ നാം പുറത്ത്, അതാണ് ഇപ്പോ മഹാഭാരതത്തിലെ കഥ പറഞ്ഞു. അതുപോലെ നാം ഇഷ്ടക്കേടാണെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാതെ ഇഷ്ടം പ്രകടിപ്പിക്കുക. ഇഷ്ടം പറയും. ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി വേണ്ട. നമ്മുടെ ഹൃദയം തുറന്നു പറയാനുള്ള ഒരു ചങ്ങാതി ഉണ്ടായാൽ നമുക്ക് വളരെ അനുഗ്രഹമാണ്, ജീവിതം തന്നെ സഫലമാകും എന്നുള്ളതാണ്. നാം എന്ത് തന്നെ ഏത് പ്രവൃത്തിയും നന്മയുണ്ടാക്കുന്നതും പ്രയോജനപ്രദവുമായി ഇരിക്കണം ഒരു സുഹൃത്തിന്റെ പ്രവൃത്തി. ഒരുവന്റെ സമ്മതം ചോദിക്കാതെ മിത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും പ്രയോജനപ്രദവും ആണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നാം അത് പ്രകടിപ്പിക്കാതെ അക്സെപ്റ്റ് ചെയ്തതായി ഭാവിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് സൗഹൃദം നിലനിൽക്കുകയുള്ളൂ. സൗഹൃദം നിലനിൽക്കാൻ വേണ്ടി നാം അതൊക്കെ ക്ഷമിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. താങ്ക് യു. ഖുറാൻ 804. വിഴൈത കയ്യാൻ വേണ്ടി ഇരുപ്പർ കെഴുത കയ്യാർ കേളാതു നട്ടാർ ചെയ്യും. Good men yield to the deed, accepting freedom of a friend to do something without our demand. This Quran emphasizes that true friendship is not just for enjoyment, but to provide critical support during difficult times. The Quran highlights that, like a hand fixing a falling garment, a friend must instantly rush to help when trouble arises, preventing disgrace. Friendship is like the hand that hastens to hold up a slipping garment. It instantly rushes to remove the distress of a friend. The poet compares a true friend to one's own hand, which immediately reaches to hold up a falling garment, preventing embarrassment. Actionable advice: friendship is not just for pleasure, but for overcoming misfortune. Core virtue: true friends provide immediate, unquestioning support during crisis. വിഴൈത കയ്യാൻ വേണ്ടി ഇരുപ്പർ കെഴുത കയ്യാർ കേളാതു നട്ടാർ ചെയ്യും. താങ്ക് യു ഓൾ. ഓവേഴ്സ്. നെക്സ്റ്റ് 805 குறளாണ്. பேதமை ஒன்றோ
பெருங்கிழமை என்று உணர்க நோதக்க நட்டார் செயின். ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് എന്നിൽ ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നത് ചിലപ്പോ അദ്ദേഹം നമുക്ക് എന്താണ് ചിലപ്പോ ചില ദ്രോഹങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതുപോലെ അല്ല നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. വളരെ അടുത്ത, വളരെ കാലം നീണ്ട ഒരു സൗഹൃദത്തെ നിലനിർത്തിക്കൊണ്ട് പോരുന്ന സൗഹൃദങ്ങളുള്ള രണ്ടു പേരാണെങ്കിൽ ആ രണ്ടു പേരിൽ ഒരാള് കൂടുതൽ അവകാശം എടുത്തെന്തെങ്കിലും പ്രവർത്തിക്കാം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു തമിഴ് സിനിമയിലെ ഒരു രംഗമാണ്. എൻ്റെ പള്ളിക്കൂടം എന്ന ഒരു സിനിമയാണ്. അതിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ളതാണ് കൂടുതലും പറയുന്നത്. അപ്പോ ഒരു ഗ്രാമപ്രദേശത്ത്, ആ സിനിമ കണ്ടവർക്കാണെങ്കിൽ അറിയുമായിരിക്കും, ഗ്രാമപ്രദേശത്തുള്ള ഒരു കൂട്ടായ്മയോടുകൂടി വാഴുന്നവരാണ് ആ ഗ്രാമത്തിലുള്ളവര്. അപ്പൊ അതിൽ വരുന്ന ഒരു 3 പേരുടെ ഫ്രണ്ട്ഷിപ്പിനെയാണ് പറയുന്നത്. അതിൽ 3 പേരും ഒരു ചില സാഹചര്യങ്ങൾ കാരണം അവര് വിട്ടുപോകും. അതിൽ ഒരാൾക്ക് അവിടെ തന്നെ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അവസാനം വരെ കല്യാണം കഴിക്കാതിരിക്കുകയാണ്. ഇദ്ദേഹം IAS ഓഫീസറായി, കളക്ടറായി. അപ്പോൾ ഈ 3-മത്തെ ആള് ഈ IAS ഓഫീസറെ കാണാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു തെറ്റാണ് ശരിക്കും അത് ചെയ്യുന്നത്. അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട അദ്ദേഹം കല്യാണം കഴിഞ്ഞു എന്നറിയില്ല. എന്നാൽ അവരുടെ കൂടെ വരുന്ന വേറൊരാള് വന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇദ്ദേഹം തെറ്റിദ്ധരിക്കുന്നുണ്ട് അവൻ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന്. പക്ഷെ അവൻ എന്നിട്ട് ഇവിടെ വരുമ്പോ ഗ്രാമത്തിൽ വന്നിട്ട് ആ IAS ഓഫീസറായ അദ്ദേഹം പ്രേമിച്ച ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാതിരിക്കുകയാണ്. അവളോട് വന്ന് പറയുന്നത് അവൻ അവിടെ കല്യാണം കഴിഞ്ഞു കുട്ടികളുമായി ജീവിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വിഷമം വരുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ ആണ് ഈ സത്യം പുറത്തു വരുന്നത്. എന്നാലും ആ കളക്ടർ എന്ത് ചെയ്യുന്നു? ഇവന്റെ ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, അവളും കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇവൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ സൗഹൃദം വീണ്ടും കൂടുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു സന്ദർഭമാണ് എനിക്ക് ഇവിടെ ഓർമ്മ വന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് നന്മ ചെയ്യണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റായിരിക്കാം എന്ന് വെച്ച് അവരെ പുറന്തള്ളരുത്. ഇത്രയും കാലത്തെ ആ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അവർ നമുക്ക് നന്മ മാത്രമേ ചെയ്യൂ എന്ന് വിശ്വസിച്ച് നമ്മൾ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ പോലും നമ്മളിലുള്ള സ്നേഹം കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോടുള്ള അവകാശങ്ങൾ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു അവകാശം എടുക്കാം എന്നുള്ളത് കൊണ്ടോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിരിക്കാം. അതിനെ മാപ്പാക്കണം, അല്ലെങ്കിൽ അതിനെ പുറത്ത് അവരോട് ഇണങ്ങി വീണ്ടും പഴയ ആ സൗഹൃദത്തോടു കൂടി തന്നെ നമ്മൾ ആ സൗഹൃദം നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. നോ തക്ക നട്ടാർ ചെയ്യിൻ, നമുക്കിഷ്ടമില്ലാത്തത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ ഭേദമയുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അറിവില്ലായ്മ കൊണ്ടോ? അതാണ് ഭേദമ. ഭേദമ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടോ, പെരുങ്കിഴമൈ അല്ലെങ്കിൽ നമ്മളോടുള്ള കൂടുതൽ അവകാശം നമ്മളിൽ എടുക്കാം എന്നുള്ള ഒരു അവകാശം കൊണ്ടോ ചെയ്യാം. അപ്പൊ ഈ 2 കാരണം കൊണ്ടായിരിക്കും അവർ നമുക്കിത് ചെയ്തത്. ഒന്നെങ്കിൽ നമ്മുടെ നന്മ ആലോചിച്ച് നമുക്ക് നന്മ വരും എന്ന് ചിന്തിച്ച് ചിലപ്പോൾ തെറ്റ് ചെയ്യാം. അത് വന്ന് അറിവില്ലായ്മയാണ്, ഭേദമൈ എന്ന് പറയാം. പെരുങ്കിഴമൈ എന്ന് പറഞ്ഞാൽ നമ്മളോട് കൂടുതൽ അവകാശം അല്ലെങ്കിൽ കൂടുതൽ നമ്മളിൽ നിന്ന് ഉരിമകൾ എടുക്കുന്ന ഒരു ശീലം, അതുകൊണ്ടായിരിക്കാം. അല്ലാതെ അവരെ ഒതുക്കരുത്, അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ കുറൾ 805. പേദൈമൈ ഒൻഡോ പെരുങ്കിഴമൈ എന്റെ ഉണർകനോർക്ക നട്ടാർ ചെയ്യൻ. അവിവേകമാം അവകാശമാം ഏൽക്കണം അഹിതം സുഹൃത്ത് ചെയ്താലും. അവിവേകമാം അവകാശമാം ഏൽക്കണം അഹിതം സുഹൃത്ത് ചെയ്താലും. തനിക്ക് അഹിതകരമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കളിൽ ഒരാൾ ചെയ്യുന്നത് എങ്കിൽ പോലും അതിന് കാരണം തന്നോടുള്ള
തന്നിലുള്ള അധികാരവും അതുപോലെ അയാളിലെ അവിവേകം അല്ലെങ്കിൽ അബദ്ധമാണ് അങ്ങനെ ഒരു ഒരു തീരുമാനമെടുക്കാൻ അയാളെ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥതയോടെ അയാളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവിടെ വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല. അയാൾ ആത്മാർത്ഥതയുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ അല്ല നമുക്ക് അഹിതമായിട്ടുള്ള ഒരു കാര്യം ചെയ്തത്. അത് നമ്മളിലുള്ള തീർത്തും ഉള്ള സ്നേഹം കൊണ്ടുകൂടി തന്നെയാണ് ആ തീരുമാനം എടുത്തതെന്ന് കണ്ട് അത് ക്ഷമിച്ചു കൊടുക്കുക, അത് അംഗീകരിച്ചു കൊടുക്കുക എന്നാണ് ഈ ഖുറൽ പറയുന്നത്. തനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി പഴയൊരു സുഹൃത്ത് ചെയ്തു പോയി എന്നിരിക്കട്ടെ, സ്വാഭാവികമായി അയാൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല താനും. അപ്പോൾ തൽക്കാലത്തെ അവിവേകം കൊണ്ടോ തന്നോടുള്ള സ്നേഹ ആധിക്യത്താലോ തോന്നിയ അവകാശബോധം കൊണ്ടോ അങ്ങനെ ചെയ്തു പോയതാണെന്ന് കരുതി ക്ഷമിക്കുകയാണ് വേണ്ടതെന്ന് ഈ ഖുറൽ പറയുന്നു. എങ്ങനെ നോക്കിയാലും സൗഹൃദങ്ങൾ എന്നത് മനോഹാരിതയും മഹത്വവും ഓർമ്മിപ്പിക്കുന്നവയാണ്. പുതിയ തലമുറയെ ആ മനോഹരമായ അനുഭവം പരിചയപ്പെടുത്താനും നമുക്ക് കഴിയണം. ഒരു കവി നന്ദകുമാർ ചൂരക്കാടിന്റെ ഒരു കവിതയില് പഴമയെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ പോലും അതിൽ ഒരു വരി കൂട്ടുകാരെ കുറിച്ചും പറയുന്നുണ്ട്. കാടും മേടും നടുവരമ്പും നിർമ്മലമാം പുഴകളും കായലും പൂങ്കാവനങ്ങളും മനസ്സിലെത്തിയിടും ഞൊടിയിടയിലോ പഴയ ഗാനങ്ങളും പഴയ ചിത്രങ്ങളും എത്രമേൽ പഴകിയതെന്നാകിലും ഗുണമേന്മയേറുമെന്നും അറിയുന്നു ഞാൻ. കളിവാക്കു ചൊല്ലുന്ന കൂട്ടുകാരും, ആ ഒരു വരിയാണ് എന്നെ ഇവിടെ ഈ കവിത ഇഷ്ടപ്പെടാൻ കാരണമാക്കി. കളിവാക്ക് ചൊല്ലുന്ന കൂട്ടുകാരും കളിവഞ്ചിയിലേറിയ കുട്ടിക്കാലവും നാട്ടുമഞ്ചോട്ടിലെ ഊഞ്ഞാലാട്ടവും. ഇതെല്ലാം കൂടി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന സൗഹൃദത്തിന്റെ ആഴം എന്തുമാത്രമാണെന്ന് ഓരോരുത്തരും നല്ല മനസ്സുള്ളവരെല്ലാം തന്നെ അത് പാടുന്നതായിട്ടും പറയുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പഴയ സൗഹൃദത്തിന് അല്ലെങ്കിൽ ചിരകാലമായി നമ്മുടെ ഉള്ളിലുള്ള ആത്മബന്ധങ്ങൾക്ക് മനം കുളിർപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ സുഹൃത്തുക്കൾ സൗഹൃദജന്യമായ അവകാശബോധത്തോടെ തന്നോട് ആലോചിക്കാതെയാണ് തനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് എങ്കിൽ പോലും അത് തന്നെ നന്മയ്ക്കാകയാൽ ഒരാൾ സന്തോഷപൂർവം അത് അംഗീകരിക്കുകയാണ് വേണ്ടതെന്നാണ് ഖുറൽ 805 പറയുന്നത്. പേടൈമൈ ഒൻഡോ പെരുങ്കിഴമൈ എന്റെ ഉണർകനോർക്ക നട്ടാർച്ചയിൻ അവിവേകമാം അവകാശമാം ഏൽക്കണം അഹിതം സുഹൃത്ത് ചെയ്താലും. ഓവർ. താങ്ക് യു സർ. ഖുറൽ 805. പേദൈമൈ ഒൻഡോ പെരുങ്കിഴമൈ എന്റു ഉണർക്ക നോർക്ക നട്ടാർച്ചയിൻ. It advises that when long-standing friends do something that causes pain, it should be regarded not as foolishness or malice, but as a result of their immense intimacy and privilege. This highlights that close friends hold the right to cause pain, stemming from their deep connection. Interpretation. When trusted long-time friends do something that causes heartache or pain, one should not immediately treat it as a mistake of ignorance. Instead, it should be interpreted as the liberty, privilege, or deep companionship they have earned over time. Core message. True, old friendship allows for mistakes, and the pain caused by a friend should be forgiven because it seems from their deep, affectionate, and unrestricted connection. പേദയുമായി ഒൻഡോ പെരുങ്കിഴമൈ എന്റു ഉണർക്ക നോർക്ക നട്ടാർച്ചയിൻ. Thank you all. Over.
അടുത്തത് 806 കുറളാണ്. എല്ലൈക്കൺ നിൻറാർ തുറവാർ തൊലൈവിടത്തും തൊല്ലൈക്കൺ നിൻറാർ തുടർബ്. അതായത് ഒരു സൗഹൃദത്തെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എല്ലൈക്കണ്ണിൻറാർ എന്ന് പറഞ്ഞാൽ നമുക്ക് സൗഹൃദത്തിൽ എന്തെങ്കിലും ബൗണ്ടറീസ് ഉണ്ടോ അല്ലെങ്കിൽ അതിർവരമ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. ചിലരാണെങ്കിൽ അതിർവരമ്പുകൾ ഇല്ലാതെ തന്നെ ആ സൗഹൃദത്തിനെ കൊണ്ടുപോകും. ചിലരാണെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ ഇന്ന സ്ഥലത്ത് നിർത്തേണ്ടിടത്ത് നിർത്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള സൗഹൃദം ഒരിക്കലും ഒരു നല്ല സൗഹൃദമായിരിക്കില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു 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 അതിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റാത്ത ആ സൗഹൃദത്തെ, അങ്ങനെ സൗഹൃദം അതിനുള്ളിൽ നിൽക്കാതെ എന്റെ സൗഹൃദമാണ് വലുത്, എന്റെ സുഹൃത്താണ് വലുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തുറവാർ തൊലൈവിടത്തും തൊല്ലൈക്കണ്ണിൻറാർ തുടർബ്. അദ്ദേഹം എന്ത് ചെയ്യും? അങ്ങനെയുള്ള സുഹൃത്തിനെ അല്ലെങ്കിൽ സൗഹൃദത്തിനെ വളരെ വലുതായി കാണുന്നവരാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? തൊല്ലൈക്കണ്ണിൻറാർ തുടർബ്, തൊലൈവിടത്തും തുറവ, വളരെ ദൂരത്ത് പോയാലും, എവിടെ, ചിലപ്പോൾ നാട് കടന്നു പോയതാവാം, അല്ലെങ്കിൽ എവിടെ പോയാലും അതിനെ, ആ ഫ്രണ്ട്ഷിപ്പിനെ അവര് കളയില്ല. ആ സൗഹൃദം വേണം, എപ്പോഴും അത് വേണം എന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ സൗഹൃദത്തിനെ നമ്മൾ കളയാൻ പാടില്ല. അപ്പോ ആ സൗഹൃദം എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കുറളിൽ പറയുന്നത് തൊല്ലൈക്കണ്ണിൻറാർ തുടർബ്, നമുക്ക് നല്ലത് മാത്രം പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാലങ്ങളിലും നമ്മോടൊത്ത് നിൽക്കുന്ന ഒരു സൗഹൃദമാണെങ്കിൽ അത് ഏത് ദൂരെ നമ്മൾ പോയാലും, വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയാലും ആ സൗഹൃദത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് ഈ കുറളിന്റെ സത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ പഴമ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ കുറെ കാലങ്ങൾ നീണ്ടു പോവുകയുള്ളൂ, നമ്മുടെ അന്ത്യം വരെ ആ സൗഹൃദം നീണ്ടു പോവുകയുള്ളൂ എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ കുറൾ 806. എല്ലൈക്കൺ നിൻറാർ തുറവാർ തൊലൈവിടത്തും തൊല്ലൈക്കൺ നിൻറാർ തുടർപ്പു. സ്നേഹം വരമ്പിട്ടോർ കൈവിടില്ല പൂർവ സ്നേഹത്താൽ ചേതമേറ്റാലും. സ്നേഹം വരമ്പിട്ടോർ കൈവിടില്ല പൂർവ സ്നേഹത്താൽ ചേതമേറ്റാലും. സ്നേഹത്തിന്റെ അതിർവരമ്പിൽ നിൽക്കുന്നവർ തങ്ങളോട് പഴയ കാലത്ത് വിട്ടുപിരിയാതെ നിന്നവരുടെ സുഹൃത് ബന്ധം ഛേദം വരുന്നിടത്ത്, അതായത് നഷ്ടം വരുന്നിടത്ത് പോലും ഉപേക്ഷിക്കുന്നില്ല എന്നീ കുറൾ പറയുന്നു. ഉത്തമമായ സ്നേഹസീമയ്ക്കുള്ളിൽ കഴിയുന്നവർ പണ്ട് തങ്ങളോടൊപ്പം ഉറച്ചു നിന്നവരായ സ്നേഹിതന്മാരുമായിട്ടുള്ള ബന്ധം അവരെ കൊണ്ട് തിന്മയോ ഛേദമോ സംഭവിച്ചാൽ പോലും ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗം എന്നോണം കാലം കടന്നു പോകുമ്പോൾ പലവിധ കാരണങ്ങളാൽ നാം പഴയ സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കാലങ്ങൾക്കിപ്പുറം പണ്ടത്തെ ഉറ്റ സുഹൃത്തിനെ ഒരവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയാണെങ്കിൽ നമ്മൾ എത്രയധികം സന്തോഷത്തോടെ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് തിരികെ അവരുടെ അടുത്ത് ചെന്ന് ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഒരുമിച്ചുണ്ടായ ആ പഴയ കാലത്തെ വീണ്ടും തിരികെ ലഭിച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടും. അതിന് ഉദാഹരണം തന്നെയാണ് ശ്രീകൃഷ്ണനും സുദാമയും തമ്മിലുള്ള ബന്ധം. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അവർ അത്രയധികം നല്ല മിത്രങ്ങളായി കഴിയുകയും പിൽക്കാലത്ത് തൻ്റെ സുഹൃത്തിന്റെ
സുഹൃത്തിനെ കാണാൻ വരുന്ന സുദാമയുടെ അവസ്ഥ കണ്ടിട്ട്, കുചേലന്റെ അവസ്ഥ കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം തന്നെ തൻ്റെ സുഹൃത്തിനും വേണം എന്നുള്ള രീതിയിൽ എല്ലാം കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മൾ പല ഫിലിമുകൾ കാണുമ്പോഴും കഥ പറയുമ്പോൾ, അത് കഴിഞ്ഞ ആഴ്ച നമ്മളത് പറഞ്ഞു, കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലും അതുപോലെ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയിലും ഒക്കെ സുഹൃത്ത് ബന്ധം, അതായത് കുട്ടിക്കാലത്തെ സുഹൃത്ത് ബന്ധം എത്രത്തോളം നന്മ നിറഞ്ഞതായിരുന്നുവെന്നും അതിലൂടെ ആ ഒരു സൗഹൃദം മനസ്സിൽ നിന്ന് കൈവിടാതെ സൂക്ഷിക്കുകയും അത് എന്നും നമ്മുടെ ഉള്ളില് അണയാത്ത ദീപം പോലെ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതിനൊക്കെ ഉദാഹരണങ്ങളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുത്തുകളിലൂടെ പലതരം കഥകളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും. സുഹൃത്തുക്കളുമായിട്ടുള്ള സ്നേഹം നമ്മൾ ഒരിക്കലും ഒരു ഇത് അതിർത്തിക്കുള്ളിൽ അല്ല, അതിര് ഇട്ടല്ല നമ്മൾ കഴിയുന്നത്. പണ്ട് തങ്ങളോടൊപ്പം ഉറച്ചു നിന്നവരായ സ്നേഹ ബന്ധങ്ങളെ കൂടുതൽ കൂടുതൽ അവരുമായി ബന്ധം പിന്നെ ഉറപ്പിക്കുന്നതിനും അവർ തിന്മയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമോ ആണ് വരുത്തുന്നതെങ്കിൽ കൂടി അത് അവരെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകരുത് എന്നുമാണ് ഈ ഖുറൽ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഖുറൽ 806. എല്ലൈക്കൺ നിന്റാർ തുറവാർ തൊലൈവിടത്തും തൊല്ലൈക്കൺ നിന്റാർ തുടർപ്പു. സ്നേഹം പരമ്പിട്ടോർ കൈവിടില്ല പൂർവ്വ സ്നേഹത്താൽ ചേതമിറ്റാലും. താങ്ക് യു. ഓവർ. Those loving boundless will not give up relations with year-long friends, even when they are in peril. ഖുറൽ 807. അതായത് 807 ഖുറലാണ്. അഴിവந்த ചെയ്യിനും അൻപ് അറാർ അൻപിൻ വഴിവந்த കേൺമയവർ. അതായത് നമ്മുടെ സൗഹൃദം നമുക്ക് നീട്ടിക്കൊണ്ട് പോണം എന്ന് മാത്രമല്ല, ആ സൗഹൃദത്തിനെ എങ്ങനെയാണ് നമ്മൾ അതിന് വില കൊടുക്കേണ്ടത് എന്നതാണ് ഈ ഖുറലിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മോട് കൂടുതൽ അടുപ്പമുള്ള നമ്മുടെ സുഹൃത്ത് നമുക്ക് എന്തെങ്കിലും തീമ ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് നല്ലതല്ല ചെയ്യുന്നത്, തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അവരോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് നമ്മൾ വീണ്ടും സ്നേഹം വേണം കാണിക്കാൻ. അല്ലാതെ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിനെ കളയുക അല്ല വേണ്ടത്. ചിലപ്പോ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഇത് ചെയ്തതാവാം. അപ്പൊ അത് അങ്ങനെ എടുത്തുകൊണ്ട് അവരുടെ ആ പ്രവൃത്തിയെ മോശമായി കാണരുത്. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ ഉടൻ തന്നെ നമ്മളത് മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അഴിവந்த ചെയ്യിനും, അഴിവ് എന്ന് പറഞ്ഞാൽ തിന്മ എന്നാണ്. അൻപ് അറാർ, അവരോട് അൻപ് കാണിക്കണം. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം കാണിക്കണം. അൻപിൻ വഴിവந்த കേൺമയവർ, അത് എന്തുകൊണ്ട്? ഇപ്പോ നമുക്ക് മോശം ചെയ്തവരെയൊക്കെ ഇപ്പോ നമ്മൾ യേശു ക്രിസ്തു അതല്ലേ പറയുന്നത്, നമ്മളെ ദുഷിച്ചവരാണെങ്കിലും അവരോട് സ്നേഹം ചെയ്യും, അയലാനെ സ്നേഹി എന്നാണ് പറയുന്നത്. എല്ലാ മതങ്ങളും അതാണ് പറയുന്നത്, അൻപേ ശിവം. അപ്പോ മറ്റുള്ളവരെ സ്നേഹിക്കുക, ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ വള്ളുവർ പറയുന്നത്, അൻപിൻ വഴിവந்த കേൺമയവർ. നമ്മോട് സ്നേഹം കൊണ്ട് മാത്രം സ്നേഹിച്ചു കൊണ്ട് വന്ന നമ്മുടെ സുഹൃത്താണെങ്കിൽ അവിടെ അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അൻപിൻ വഴിവந்த, സ്നേഹം, ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. നമുക്ക് പല സന്ദർഭങ്ങളിൽ നമുക്ക് സഹായം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ ഒരു പ്രാവശ്യം നമുക്ക് എന്തോ ഒരു ചെറിയ തിന്മ ചെയ്തു എന്നത് കൊണ്ട് മാത്രം തള്ളിക്കളയരുത്. അത് അവിടെ നമുക്ക് മാപ്പ് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഖുറലിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഖുറൽ 807. അഴിവந்த ചെയ്യിനും അൻപറാർ അൻപിൻ വഴിവந்த കേൺമയ്യവർ. അഴിവந்த ചെയ്യിനും അൻപറാർ അൻപിൻ വഴിവந்த കേൺമയ്യവർ. അഴിവുകൾ ചെയ്യിലും
ഉറയുകില്ലൻ പതിൻ വഴി വന്ന തോഴരാണെങ്കിൽ. അഴിവുകൾ ചെയ്കിലും ഉറയുകില്ലൻ പതിൻ വഴി വന്ന തോഴരാണെങ്കിൽ. സ്നേഹത്തോടുകൂടി പഴയ നാൾ മുതൽ ഉള്ളവരായ സുഹൃജനങ്ങൾ, സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ അധപ്പതനം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ചെയ്യുകയാണെങ്കിൽ പോലും, നമുക്ക് അധപ്പതനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും, നല്ലവരായിട്ടുള്ള നമ്മൾ അവരോട് സ്നേഹം കുറയ്ക്കരുത് എന്നാണ് ഈ ഖുറൽ പറയുന്നത്. പണ്ട് തൊട്ടേ പരസ്പരം ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് പോന്നിട്ടുള്ള സഖ്യമാണെങ്കിൽ ഒരാൾ ദ്രോഹം ചെയ്താൽ പോലും മറ്റേയാൾക്ക് യാതൊരു സ്നേഹക്കുറവും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നമ്മള് ചിരകാല സുഹൃത്തുക്കളെ നമുക്ക് വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ പിന്നെ കണ്ടുമുട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ തന്നെ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്ത് ജോലി സംബന്ധമായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം ആ സുഹൃത്ത് നാട്ടിൽ ചെയ്യുകയാണ്. ഒരുപക്ഷെ നമുക്ക് അദ്ദേഹം ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കൂടി അദ്ദേഹം നമ്മുടെ നന്മയെ കണ്ടുകൊണ്ടാണ് ചെയ്തത് എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ആ ഒരു സുഹൃത്ത് അധികാരഭാവത്തിൽ തനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒട്ടും സന്ദേഹിക്കാതെ അവയെ കൈക്കൊള്ളുന്ന സഖ്യത്തിന് മേന്മ കൂടുന്നു എന്ന് ഈ ഖുറൽ പറയുന്നു. ഖുറൽ 807. അഴിവന്ത ചെയ്യനും അൻപറാർ അൻപിൻ വഴിവന്ത കേൺ മയ്യവർ. അഴിവുകൾ ചെയ്യിലും ഉറയുകില്ലൻ പതിൻ വഴി വന്ന തോഴരാണെങ്കിൽ. ഓവർ. താങ്ക് യു സർ. 10 Qurals of this chapter 81 focuses on close friendship and rapport. The Quran emphasizes that true friends who have established a bond of love will not abandon their commitment even in the face of severe adversity. Quran 807 states that even if destructive actions occur from the loved, as we love sincerely, that relation won't be given up. That means the true friends, well versed in loving ways, cease not to love when their love betrays. Those who have stood in the path of affection will not give it up, even if their friends cause their ruin. The core message is that if friendship has occurred from mutual empathy and love, even if the friend acts in the harmful way, the intimacy will persist. Thank you. Over. അടുത്തത് 808 ഖുറലാണ്. കേൾ ഇഴുക്കം കേളാ കെഴുതகைமை വല്ലാർക്ക് നാൾ ഇഴുക്കം നട്ടാർ ചെയ്യിൻ. ഈ ഖുറലും എങ്ങനെയാണ് നമ്മുടെ സൗഹൃദം നിലനിർത്തിപ്പോണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. കേൾ ഇഴുക്കം കേഴാ കെഴുതகைமை വല്ലാർക്ക്. അതായത് നമ്മളോടുള്ള സൗഹൃദം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അതായത് പിഴ എന്നാണ് പറയുന്നത്. അത് എന്താണ് എന്ന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പിഴ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഉറ്റ സുഹൃത്താണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും ആ സുഹൃത്ത് അറിയും, ആ സുഹൃത്തിന്റെ വീട്ടിൽ എന്ത് നടന്നാലും നമ്മൾ അറിയും. അയാൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടായിരിക്കും വാങ്ങുന്നത്. സപ്പോസ് നമ്മളിപ്പോ ഞാനൊരു വാങ്ങിച്ചത്, ഒരു ഫോൺ വാങ്ങിച്ചു, ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. അപ്പം അദ്ദേഹത്തിന് എന്തായിരിക്കും തോന്നുന്നത്? ഭയങ്കര വിഷമമായിരിക്കും. അപ്പോ എന്നാലും എൻ്റെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് തോന്നും. പക്ഷെ അത് അപ്പോഴേ തന്നെ വിടും. എന്നാൽ ഞാൻ വാങ്ങിയത് പറഞ്ഞില്ല എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ കൂടെ നടക്കുന്ന ഒരു മൂന്നാമതൊരു കക്ഷി കാണുമല്ലോ, ഇദ്ദേഹം പോയി അവരോട് ചെന്ന് പറയും, എന്നാലും നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലല്ലോ, പക്ഷെ എന്തായാലും
അത് നിന്നോട് പറഞ്ഞിട്ട് വേണം വാങ്ങാനായിരുന്നു. എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ചെവിക്കൊള്ളുകയില്ല. ആരാണ് എന്ന് പറഞ്ഞാൽ കേൾ ഇഴുക്കം കേളാ കെഴുതകമൈ വല്ലാർക്ക്. കെഴുതകമൈ എന്ന് പറഞ്ഞാൽ എന്നോട് കൂടുതൽ അടുപ്പമുള്ള ആള്, എന്നോട് കൂടുതൽ അവകാശം എടുക്കുന്ന ആളാണെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റിനെ അല്പം പോലും മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ ചെവി കൊണ്ട് കേൾക്കുകയില്ല. കാരണം അദ്ദേഹം എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള ആ മതിപ്പുമാണ് അതിന് കാരണം. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞ് അതിനെ പൊലിപ്പിക്കുകയാണെങ്കിൽ പോലും അത് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ആവണം നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എന്നോട് ചോദിക്കുക. ഞാൻ തന്നെ അദ്ദേഹം നേരിട്ട് എന്നോട് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് വല്ലാർക്ക് നാൾ ഇഴുക്കും നട്ടാർ ചെയ്യും. അങ്ങനെയുള്ള സൗഹൃദമുള്ളവരാണെങ്കിൽ അവര് ചെയ്ത കാര്യങ്ങൾ, എന്തെങ്കിലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് തിന്മ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും, മനസ്സ് വിഷമിപ്പിക്കുന്നതാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യില്ല, അതിനെ ആ ദിവസം ഒന്നും വലുതായി കാണത്തില്ല. അതിനെ അതും എല്ലാ ദിവസങ്ങളും പോലെ കടന്നു പോകുന്നതായിരിക്കും. ഇത് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇന്ന ആള് ചെയ്തതിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അദ്ദേഹം ഈ ദിവസമാണ് എന്നോട് ഈ ചതി ചെയ്തത്, ഞാൻ അത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളൊരു ഉപമയൊക്കെ ചേർക്കും, ആനയെ പോലെ. ആന അങ്ങനെയാണ് ചെയ്യുന്നത്, ആന ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് വന്മം തീർക്കുന്നതാണ്. അതുപോലെയാണ് ഞാൻ എന്ന് വലിയ വീരവാചകമൊക്കെ മുഴക്കാറുണ്ട്. പക്ഷേ ആ സൗഹൃദത്തെ അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് നല്ല സൗഹൃദമേ അല്ല. അപ്പോ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ മറ്റുള്ളവര് വന്ന് പറയുന്നതൊക്കെ കേട്ട് അത് വിശ്വസിച്ച് അതിലോട്ട് തന്നെ നമ്മൾ പോവുക എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ആ സൗഹൃദത്തിന്റെ ഒരു അതുകൊണ്ടുള്ള നന്മ എന്താണുള്ളത്? നന്മയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ പോവുക. മറ്റുള്ളവർ പറയുന്നത് ഒന്നും തന്നെ കേൾക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നേരിട്ട് തീർക്കുക. അതാണ് അങ്ങനെ പറയുന്ന ആ ദിവസം അങ്ങനെ ചെയ്താൽ പോലും അത് എല്ലാ ദിവസവും പോലെ കടന്നു പോകുന്നതാണ്. അത് അവർക്ക് യാതൊരുവിധ ഒരു കോട്ടവും തട്ടത്തില്ല. ഇതാണ് യഥാർത്ഥ നட்பு അല്ലെങ്കിൽ സൗഹൃദം എന്നാണ് പറയുന്നത്. കേളിഴുക്കും കേളാ കെഴുതകമൈ വല്ലാർക്ക് നാൾ ഇഴുക്കും നട്ടാർച്ചയിൻ. ആ നാളെന്ന് പറഞ്ഞാൽ ആ ദിവസവും എങ്ങനെയാണോ നட்பு ചെയ്യുന്നവരോടുള്ളത് പോലെ തന്നെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കുറൽ 808, അധികാരം 81, സ്നേഹപ്പഴം. കേളിഴുക്കം കേഴാ കെഴുതകയാർ വല്ലാർക്കു നാളിഴുക്കം നട്ടാർ ചെയ്യും. ഏഷണി ചൊല്ലിലും കേട്ടിടായതു ഉത്തമം മൈത്രിയെ ഛേദിക്കും നിശ്ചയം. എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റി ചിലവർ നല്ല സുഹൃത്തുക്കളായിരിക്കും, അതുകൊണ്ട് അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കൃത്രിമം പറഞ്ഞു തരാൻ ഇടയുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഏഷണി പറഞ്ഞാൽ അത് കേൾക്കാൻ പാടില്ല. അങ്ങനെ ഏഷണി പറഞ്ഞു കേട്ടാൽ നാം എന്ത് ചെയ്യണം? അത് സത്യമല്ല, അത് നമുക്ക് പരാതി പറയുകയോ പിണങ്ങുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയാൽ അത് സൗഹൃദം മുറിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നാം വിചാരിക്കണം, അത് അങ്ങനെ പറഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരിൽ അങ്ങനെ കണ്ട് സംസാരിച്ച് പരിഹാരം കാണും. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നേരിൽ കണ്ട് അത് പരിഹരിക്കാം എന്ന് നാം ചിന്തിക്കണം. അല്ലാതെ അത് നുണ അല്ലെങ്കിൽ ഏഷണി പറയുന്നത് കേട്ട് ശത്രുക്കളാവുകയല്ല വേണ്ടത്. നമ്മുടെ സുഹൃത്തിന്റെ അത്രയ്ക്ക് മാത്രം നാം സ്നേഹിക്കുമ്പോൾ നമുക്കങ്ങനെ അവരോട് പിണങ്ങാൻ സാധിക്കുകയില്ല. നമ്മുടെ സൗഹൃദം നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ മറ്റൊരാളിന്റെ ഏഷണി നാം കേൾക്കാതെ ചെവി കൊടുക്കരുത്. അത് ശ്രദ്ധിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നാൽ നമ്മുടെ സുഹൃത്തിനും അത് സന്തോഷമുണ്ടാകും, നമുക്കും സന്തോഷമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ സൗഹൃദത്തിന് യാതൊരു കോട്ടവും തട്ടാൻ ഉള്ള ഇടയുണ്ടാവുകയില്ല. സ്നേഹിതന്റെ ദോഷം ചെയ്താലും സ്നേഹിതൻ നമുക്കെന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു കാര്യം ചെയ്തു, അത് മറ്റൊരാളിലൂടെ നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണല്ലോ, എങ്കിലും നിങ്ങൾ പരസ്പരം ഹൃദയ രഹസ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായ കാര്യം അറിയിച്ചില്ല, അങ്ങനെ പറഞ്ഞാല് അത് കേട്ട് ആ സുഹൃത്ത് എന്ത് വേണം? തെറ്റിദ്ധരിക്കരുത്. വേണ്ട, അങ്ങനെ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല.
നമ്മളുടെ ആ ആത്മാർത്ഥ സൗഹൃദം നമുക്ക് അറിയാവുന്നുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് ആ സൗഹൃദം മുറിയാതെ നിലനിർത്തുക. അതാണ് സൗഹൃദത്തെ പിരിയാത്ത സ്നേഹം പുലർത്തുന്നതാണെങ്കിൽ ലോകം പോലും അവരെ ബഹുമാനിക്കും. സൗഹൃദത്തിന് അത്രയധികം ആഴമുണ്ട്. ഏത് സാഹചര്യവും ചെറുത്തു നിന്ന് വിജയിക്കുക, സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു. കുറൾ 808. കേളൊഴുക്കം കേള കഴുത കൈ വല്ലവർക്ക് നാൾ ഇഴുക്കം നട്ടാർ ചെയ്യും. താങ്ക് യു. Those not listening accusations by others about true friend will have a day when friend hurts. 109. അടുത്തത് 809 കുറളാണ്. കിടാ വഴി വந்த കേൺമയാർ കേൺമൈ വിടാർ വിഴയും ഉലക്. അതായത് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റോപ്പ് പറയാം. കാരണം അതിന് മുന്നേ വരുന്നത് വരെ, അതായത് 808 കുറൾ വരെ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ നിലനിർത്തണം. അതായത് തെറ്റ് ചെയ്താലും അതിനെ മാപ്പ് കൊടുത്ത് അവരെ കുറ്റം പറയാതെ പഴിചാരാതെ അവർ ചെയ്ത സഹായങ്ങളെ അല്ലാതെ നമ്മൾ ഇത്രയും കാലം കൊണ്ടുവന്ന ആ സൗഹൃദത്തിനെ മാനിച്ചുകൊണ്ട് വീണ്ടും അത് തുടരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുറളിൽ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന ആ ഒരു സൗഹൃദത്തിനെ കണ്ടിട്ട് മറ്റുള്ളവർ ഇവരുടെ രണ്ടുപേരുടെയും ഈ സൗഹൃദമില്ലേ, ഇത് കണ്ട് അസൂയപ്പെടുന്ന രീതിയിലാവണം എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. അതായത് കെടാ വഴി വந்த കേൺമയാർ കേൺമൈ. കെടാ വഴി വந்த എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ വിട്ടുകൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു അവരുടെ രണ്ടുപേരുടെയും അവകാശങ്ങളെ, രണ്ടുപേരുടെയും സൗഹൃദത്തിനെ മാനിച്ചുകൊണ്ട് പണ്ട് തൊട്ടേ കാലമായിട്ട് അവരുടെ സൗഹൃദം നീണ്ടുവരികയാണ്. ഇങ്ങനെയുള്ളവരുടെ ആ നட்பிനെ വിടാർ ഉലക് വിഴയും. അതായത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താലും ആ തെറ്റിനെ രണ്ടുപേരും അതിനെ മാപ്പ് കൊടുത്തുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ കണ്ട് ഈ ലോകം തന്നെ ഇഷ്ടപ്പെടും ഇവരുടെ നட்பிനെ. അങ്ങനെ തമിഴിൽ ഒരു രണ്ടുപേരുടെ നட்ப് കാണാമലേ നட்பு എന്ന് പറയും. അതായത് കോപ്പരും ചോഴൻ പിസിരാന്തയാർ. പിസിരാന്തയാർ എന്ന് പറയുന്നത് ഒരു കവിയാണ്. കോപ്പരിഞ്ചോഴൻ ഒരു രാജാവാണ്. ഈ ഒരു കോപ്പരിഞ്ചോഴൻ ചെയ്യുന്ന ആ പ്രവർത്തികളെ കേട്ടുകൊണ്ട് ആ പിസിരാന്തയാർ എന്ന ആ കവിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം നட்பு, അതായത് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം തോന്നി. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ എഴുത്തുക്കൾ മൂലം മാത്രമാണ് അവരുടെ സൗഹൃദം തുടങ്ങിയത്. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഈ പിസിരാന്തയാർ പാടുമ്പോൾ ഒരു ഇതിൽ പറയാണ്, ഈ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തലമുടി നരച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് തലമുടി നരച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഏവാ മക്കൾ മൂവാ മരുന്ന്. അതായത് കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ പറയാതെ തന്നെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പോലും വരില്ല. അതുപോലെ രാജാവാണെങ്കിലോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഞാൻ ആഗ്രഹിച്ച് തീരുന്നതിന് മുന്നേ തന്നെ ചെയ്യുന്ന രാജാവാണ്. അതാണ് കോപ്പരിഞ്ചോഴൻ എന്ന് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും ആ ഫ്രണ്ട്ഷിപ്പിനെ തമിഴ് ലിറ്ററേച്ചറിലെല്ലാം കാണാം. കാരണം അവസാന കാലത്ത് ഈ കോപ്പരിഞ്ചോഴന്റെ മക്കൾ അവർ തമ്മില് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് കോപ്പരിഞ്ചോഴൻ എന്ത് ചെയ്യും, മക്കളുടെ കയ്യിൽ രാജ്യം പിരിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം വടക്കിരുന്ന് ഉയർന്നീത്തൽ എന്നൊരു സംഭവമുണ്ട്. അതായത് വടക്ക് ഭാഗത്ത് പോയിരുന്ന് അന്നം ഒന്ന് തന്നെ സമാധിയാവുക എന്ന് പറയില്ലേ, അതുപോലെ പോയിരിക്കും. അത് രണ്ടുപേരിരിക്കും. ഒന്ന് പുറമുത് ഇടുമ്പോൾ, പുറമുത് ഇടുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തില് തോറ്റുപോയി ആ രാജാവിനെ കണ്ട് ഭയന്ന് മുതുക കാണിച്ച് ഓടുന്നവര് ഇങ്ങനെ വടക്കിരുന്ന് ജീവൻ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്.
രാജാവുണ്ട്. പിന്നെ ഇതുപോലെ മാനം നഷ്ടമാവുകയാണെങ്കിൽ, അപ്പൊ ഇവിടെ മക്കൾ കാരണം മാനം നഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്ത് പറയുന്നറിയോ? ഈ കോപ്പരൻ ചോഴൻ പറയും, എന്റെ അടുക്കൽ തന്നെ ഒരു സമാധി കൂടി വെക്കുക. കാരണം എന്റെ തോഴൻ അല്ലെങ്കിൽ എന്റെ നண்பൻ വരും എന്ന് വിശ്വസിച്ച് പറയും. എല്ലാവരും അന്തം വിട്ടിരിക്കും. പക്ഷെ അതുപോലെ പിസിരാന്തയാർ വരും. കാരണം ഇദ്ദേഹം രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല, അന്നാണ് കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ജീവൻ ബലികർപ്പിച്ചവരാണ് ഈ രണ്ടുപേരും. അങ്ങനെ ആ സൗഹൃദമാണ് തമിഴ് ലിറ്ററേച്ചറിലെല്ലാം തന്നെ ഇവരുടെ സൗഹൃദത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതുപോലെ ആ ഇവരെ രണ്ടുപേരെയും നമ്മൾ എങ്ങനെയാണോ നட்பாണെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് പറയുന്നില്ലേ, അതുപോലെ നമ്മളിപ്പോ മഹാഭാരതത്തിൽ പറഞ്ഞ കർണന്റെയും ദുര്യോധനന്റെയും സൗഹൃദം എങ്ങനെ, കർണൻ താൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അറിയാം, എന്നിട്ട് ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു? ദുര്യോധനന് വേണ്ടി. അപ്പൊ അതുപോലെ അത്രയും ഉറ്റ സുഹൃത്തുക്കളാണ്. ഇതുപോലെ ആവണം നമ്മുടെ സൗഹൃദം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ കണ്ട്, നമ്മളെ കണ്ട് ഇങ്ങനെ ആവണം, ഇവര് തമ്മിലുള്ള സൗഹൃദം പോലെ ആവണം എന്ന് പറയത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ സൗഹൃദം. അതാണ് കെടാ വഴിവந்த കേൺമയാർ കേൺമൈ. ഇത്രയും കാലം നമ്മുടെ ഒരു ചെറിയ ഒരു തരത്തിൽ പോലും മുഷിവുണ്ടാവാതെ ആ സൗഹൃദത്തിനെ മുറിവേൽപ്പിക്കാതെ കൊണ്ടുപോരുന്ന ആ സൗഹൃദം വിടാർ വിഴയും ഉലക്. വിഴയും എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഉലക് എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇഷ്ടപ്പെടും എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ കുറൾ 809. കെടാ വഴിവந்த കേൺമയാർ കേൺമൈ വിടാർ വിഴയും ഉലകു. അഴിവറ്റ സ്നേഹസഖ്യം വെടിയാത്തോരെ ഒഴിയാതെ മോഹിക്കും ലോകം. അഴിവറ്റ സ്നേഹസഖ്യം വെടിയാത്തോരെ ഒഴിയാതെ മോഹിക്കും ലോകം. അവകാശബോധം ഒട്ടും കുറഞ്ഞു പോകാതെ തികഞ്ഞ സ്നേഹത്തിന്റെ വഴിയെ വന്ന അത്ര പഴക്കമുള്ള സുഹൃത് ജനങ്ങളുടെ സ്നേഹബന്ധത്തെ അവർ ഒരു തെറ്റ് ചെയ്തു പോയി എന്നതിന്റെ പേരിൽ കൈവിടാതെ, അല്ലെങ്കിൽ കൈവിടാത്ത നല്ലവരെ ഈ ലോകം സ്നേഹാധിക്യത്തിന്റെ പേരിൽ ഇഷ്ടപ്പെടുകയേ ഉള്ളൂ. ഏതവസരത്തിലും കുറയാത്ത സ്നേഹത്തോടെ പരസ്പരം അറിഞ്ഞു കഴിയുന്നവർ തമ്മിലുള്ള മാതൃകാപരമായ സഖ്യം അവർ ഒരു കാരണവശാലും കൈവെടിയുകയില്ല. ലോകം ആ സുഹൃത് ബന്ധത്തെ മോഹിക്കുക പോലും ചെയ്യുന്നു. എനിക്ക് ഇതിനു വേണ്ടി ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഇത് എന്റെ കഥ, എന്റെ ജീവിതം എന്ന് പറഞ്ഞ് മൻസൂർ പൊന്നാട് എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു പാരഗ്രാഫാണ് ഇതിവിടെ എനിക്കിത് വായിക്കാൻ തോന്നുന്നു. അദ്ദേഹം എഴുതുന്ന ഇങ്ങനെയാണ്: കൂട്ടുകാരെ, നിങ്ങളുടെ ആ ചേർത്ത് പിടിക്കലുകൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ബന്ധം ദൃഢമായി വന്നിരുന്നുവല്ലോ. നീണ്ടു നിൽക്കുന്ന തർക്കങ്ങൾ കുറഞ്ഞു, കൂടുതൽ വാചാലമായി. നിങ്ങളുടെ ഓരോ സംസാരവും മനസ്സിന്റെ നൈർമല്യം മുഴുവൻ വെളിവാക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കുന്ന മണിക്കൂറുകൾ നേടുന്ന സംസാരം, മനസ്സില്ലാ മനസ്സോടെയുള്ള താൽക്കാലിക വേർപിരിയലുകൾ. ഇന്ന് ഞാൻ ഓർക്കുന്നു, എത്ര സുഗന്ധമായിരുന്നു ആ വസന്തകാലത്തിന്റെ ഓർമ്മകൾക്ക്. നോക്കൂ, ഇവിടെ സൗഹൃദങ്ങളുടെ തരവും ബന്ധങ്ങളുടെ ഗുണനിലവാരവും സുഹൃത്തുക്കളുടെ എണ്ണത്തേക്കാൾ പ്രാധാന്യമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല. അവരുടെ ആ ആത്മബന്ധം അല്ലെങ്കിൽ നമ്മളോടുള്ള ആ ഒരു വിശ്വസ്തത, നമ്മളോടുള്ള സ്നേഹം, കരുണ തുടങ്ങിയ കാര്യങ്ങളിൽ അവർ എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നു എന്നനുസരിച്ച് വേണം നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നു. ഇനി സുഹൃത്തുക്കൾ എത്തരത്തിലുള്ളതായിരിക്കണമെന്നും പറയുന്നുണ്ട്. നമ്മൾ കണ്ടെത്തുമ്പോൾ തൊട്ടു മുമ്പുള്ള തലമുറയിൽ നിന്നും സമപ്രായക്കാർക്കിടയിൽ നിന്നും, അതായത് തൊട്ടു മുമ്പുള്ള തലമുറയിൽ നിന്നും സമപ്രായക്കാരുടെ ഇടയിൽ നിന്നും തൊട്ട് ഇളം തലമുറയിൽ നിന്നും ഓരോ സ്ത്രീയും പുരുഷനും നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് വലയത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് നന്ന് എന്ന് മറ്റൊരു സ്ഥലത്ത് ഞാൻ വായിച്ചു.
നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് എക്കാലത്തും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ബന്ധങ്ങൾക്ക് പരസ്പരം ഇന്ധനമായി പ്രവർത്തിക്കേണ്ടതുമുണ്ട്. അവർ സൂചിപ്പിക്കുന്ന ചെറിയ വിശദാംശങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് തെളിയിക്കുക. അവരുടെ ചെറിയ ചെറിയ ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അതുപോലുള്ള നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ കോറിയിട്ട് വല്ലപ്പോഴും അവരോട് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് നമ്മൾക്ക് കൂടി പങ്കുവെക്കാൻ കഴിയും. അവരിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാത്ത അവസരങ്ങളിലും ബന്ധം നിലനിൽക്കുന്നതിന്റെ അടയാളങ്ങൾ അവർക്ക് ഇതിലൂടെ നൽകുന്നതിന് നമുക്ക് കഴിയും. നമുക്ക് സൗഹൃദം നിലനിർത്താൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്. ഒരേ തൂവൽ പക്ഷികളെ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ജീവിതപാത വെളിച്ചവും നന്മയും നിറഞ്ഞതാകുന്നത്, ആനന്ദമയമാകുന്നത്. വിജയപീഠത്തിൽ നിൽക്കുന്നവൻ കൂട്ടുകാരനെയും ഒപ്പം വലിച്ചു കയറ്റുന്ന ഫീലിംഗ് ഉണ്ടാകണം. എപ്പോഴും നമ്മൾ നല്ല കാലമായ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായും ഓടിയെത്തുന്നത് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരെ തന്നെയാണ്. അവർ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെച്ചവർ നമ്മളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെയുള്ള ശത്രുക്കള് ഏതവസരത്തിലാണെങ്കിൽ പോലും നമ്മളോട് പിന്നെ ഒരു കാരണവശാലും നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം കൈവെടിയരുതെന്നാണ് ഈ ഖുറൽ നമ്മളോട് പറയുന്നത്. ദീർഘമായ പൂർവ്വ സൗഹൃദങ്ങൾ എന്നും വിട്ടുവീഴ്ചകളിലൂടെ നിലനിൽക്കണമെന്നതിനേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ ഖുറൽ. ഖുറൽ 809. കെടാവഴി വന്ന കേൺമയ്യാർ കേൺമൈ വിടാവർ വിഴയും ഉലകും അഴിവറ്റ സ്നേഹസഖ്യം വെടിയാത്തോരെ ഒഴിയാതെ മോഹിക്കും ലോകം. താങ്ക് യു. ഓവർ സർ. Qural 809. People praise those keep relation with those keep over inseparable love. That means friends of old and faithful friends who never forsake the world commends. The world commends the friendship of old and faithful friends who never forsake each other. The meaning emphasizes that the world values those who maintain long-standing and unwavering friendship. They will be loved by the world who have not forsaken the friendship of those with whom they have kept up an unbroken, long-stand intimacy. A person who does not abandon the long-established friendship of those who have always been close will be loved and valued by the world. The core message of this Quran is that the world will admire and respect those who maintain the bond of long cherished friendships, overlooking small invalidate that may arise from such a close rapport. Thank you. Over. ഈ അധികാരത്തിലെ ഏറ്റവും അവസാനത്തെ ഖുറലാണ് 810 ഖുറൽ. വിഴയാർ വിഴയപ്പെടുവ പഴയാർകൺ പൺപിൻ തലൈപ്പിരിയാതാർ. അതായത് പഴയാർകൺ പൺപിൻ തലൈപ്പിരിയാതാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും കാലമായി നമ്മോടൊപ്പം ചേർന്നിരുന്ന നമ്മുടെ സൗഹൃദത്തിനെ, നമ്മുടെ സുഹൃത്തിനെ വിട്ടുപിരിയാതെ ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകുന്ന അവരുടെ അതായത് ഒരാള് എന്തെങ്കിലും തെറ്റ് ചെയ്താലും അതിനെ തെറ്റായി കാണാതെ അത് വിട്ടുകളയുകയും ആ സൗഹൃദത്തെ വീണ്ടും തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആ സൗഹൃദത്തിനെ കണ്ട് പൺപിൻ തലൈപ്പിരിയാതാർ, അതായത് വിഴയാർ വിഴയപ്പെടുവർ, ആ സൗഹൃദത്തിനെ കണ്ട് എതിരികൾ, ശത്രുക്കൾ പോലും ഇവരുടെ സൗഹൃദത്തിനെ കണ്ട് അസൂയപ്പെടുന്നതായിരിക്കും.
ഇഷ്ടപ്പെടും. കാരണം എന്താണ് ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലാവും. ഇപ്പൊ രാമന്റെയും ഗുഹന്റെയും, രാമായണത്തിൽ വരുന്ന രാമൻ ഗുഹനെ പറയും, കമ്പർ അതിലെഴുതുന്നത് രാമൻ ഗുഹനെ സ്വന്തം സഹോദരനായി സ്വീകരിക്കുന്നുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് ആണ്, എന്നാൽ സഹോദരനായി സ്വീകരിക്കും. നാം ഇനി ഐവരാനോ എന്ന് വെച്ചാൽ 4 പേരാണല്ലോ ഇവര് സഹോദരങ്ങൾ. ഇനി മുതൽ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കാരണം ഇദ്ദേഹം കൂടി നമ്മുടെ കൂടെ ചേർന്ന് എന്താവും, 5 പേരാണ് നമ്മൾ സഹോദരങ്ങൾ എന്ന് രാമൻ പറയും. ഇതിനെ കമ്പർ പല സ്ഥലങ്ങളിൽ ഇത് പറയാറുണ്ട്. ഇതിനെ കണ്ട് രാവണൻ പോലും അതിശയപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അതിനെ, നമ്മുടെ ആ സൗഹൃദത്തിനെ കണ്ട് അതിശയത്തോടുകൂടി സ്വീകരിക്കും ഈ സൗഹൃദത്തിനെ. അതാണ് പഴയാർക്കൺ പൺപിൻ തലൈപ്പിരിയാതാർ. നമ്മുടെ പഴയ കാലം തൊട്ടുള്ള ആ സൗഹൃദത്തിനെ പൺപിൻ നീങ്ങാതാർ, അവരോടുള്ള സൗഹൃദം വിട്ട് നീങ്ങാതെ, പിരിയാതെ. വിഴയാർ വിഴയപ്പെടുക. അത് വിഴയാർ എന്ന് പറഞ്ഞാൽ എതിരികൾ അല്ലെങ്കിൽ ശത്രുക്കൾ എന്നാണ്. വിഴയപ്പെടുതൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, ശത്രുക്കൾ പോലും നമ്മളെ ഇഷ്ടപ്പെടുക എന്നാണ്. അപ്പോ ഈ കുറളിൽ അവസാനത്തെ കുറളിൽ പറയുന്നത് ഈ സൗഹൃദം നിലനിർത്തി പോണം, അത് കണ്ട് നമ്മുടെ ശത്രുക്കൾ പോലും നമ്മളെ ഇഷ്ടപ്പെടും എന്നതാണ്. കാരണം നമ്മുടെ ഈ സൗഹൃദത്തിനെ അവര് പോലും, സാധാരണ ശത്രുക്കളാണെങ്കിൽ നമ്മുടെ ഏത് നല്ല കാര്യം ചെയ്താൽ പോലും അതിനെ അംഗീകരിക്കത്തില്ല. എന്നാൽ ഇതിനെ അവര് പോലും അംഗീകരിക്കും എന്നാണെങ്കിൽ അത് അത്രയും വലുതാണ് എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഏറ്റവും അവസാനത്തെ കുറൾ വിഴയ്യാർ വിഴയ്യപ്പെടുക പഴയ്യാർക്കൺ പൺപിൻ തലൈപ്പിരിയാതാർ. ശത്രുക്കൾ പോലും പുകഴ്ത്തും ചിരന്തന മൈത്രിയെ കൈവിടാത്തോരെ. വളരെ പഴയ സുഹൃത്തുക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടും ബന്ധം നിലനിർത്തുകയാണെങ്കിൽ ശത്രുക്കൾക്കും അവരെ ഇഷ്ടപ്പെടും. ദീർഘനാൾ വിഘ്നമേശാതെ സൗഹൃദം നിലനിൽക്കുകിൽ അത്തരം സ്നേഹിതന്മാരെ ശ്ലാഘിക്കും ശത്രുവൃന്ദവും എന്ന കവിവാക്യം. എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം നിന്ന ഒരു സുഹൃത്ത് അവൻ ദോഷം വരുത്തുമ്പോൾ പോലും സൗഹൃദത്തിന്റെ വ്യാപ്തി അറിയുന്നവർ ഒരിക്കലും ആ സൗഹൃദം ഉപേക്ഷിക്കില്ല. ഒരാൾ വിനാശകരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും ഇത് ഉപേക്ഷിക്കപ്പെടില്ല. സ്നേഹത്തിൽ അധിഷ്ഠിതമായ സൗഹൃദങ്ങളിൽ ഒട്ടും സ്നേഹം കുറയുന്നില്ല. ഒരു ഉറ്റ സുഹൃത്തിനെതിരെയുള്ള കുറ്റാരോപണങ്ങൾ സഹിക്കാത്തവന് സുഹൃത്ത് ഒരു തെറ്റ് ചെയ്യുന്ന ദിവസം നോക്കിയിരിക്കുകയാണ്. ദൃഢനിശ്ചയമുള്ള സുഹൃത്തുക്കൾ ലോകം ആഗ്രഹിച്ചാലും, അതായത് പുറത്തുള്ള ആളുകളൊക്കെ ആഗ്രഹിച്ചാലും അത് ഒരിക്കലും വിഘടിതമാകാൻ അനുവദിക്കില്ല. സ്വഭാവത്താൽ ഒരിക്കലും ഉറ്റ സുഹൃത്തുക്കളുമായി ബന്ധം വേർപെടുത്താത്തവർ അവരെ വെറുക്കുന്നവർ പോലും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇങ്ങനെ വളരെ മനോഹരമായ ഒരു കുറളാണ് ഇന്നത്തേത്. പ്രത്യേകിച്ച് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഒക്കെ വളരെ വിശാലമായിട്ടുണ്ട്. അവരെയൊക്കെ ഫ്രണ്ട്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളും തമ്പും കൂപ്പുകയും ഒക്കെ ഉണ്ട്.
ഇതിൽ എത്ര പേര് യഥാർത്ഥ സുഹൃത്തുക്കളാണ്? ആത്മശോധന ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ചുമ്മാ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് സൗഹൃദമാകുമോ? ഈ വാട്സപ്പ് ഗ്രൂപ്പിലെയൊക്കെ എല്ലാവരും സുഹൃത്തുക്കളാണോ? ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നത് കൂടിയാണ് നമ്മുടെ ഈ ഖുറൽ എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ല ഒരു സൗഹൃദം ദീർഘകാലം നിലനിർത്തിക്കൊണ്ടു പോകാൻ. എന്നാൽ ചിലരങ്ങനെ നിലനിർത്തുന്നവരുണ്ട് ഒരുപാട് കാലം. ദൂരെ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ കുറെ കൂടി എളുപ്പമാണ്, ചില നല്ല വാക്കുകളൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ അടുത്തായിരിക്കുന്നവർ ദീർഘകാലം അടുപ്പക്കാരായിരിക്കുന്നെങ്കിൽ അത്തരക്കാരെ ശ്ലാഘിക്കുക തന്നെ വേണം. ഇനി നമുക്ക് ഇതൊക്കെ ഉപദേശിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിൽ എത്ര സൗഹൃദങ്ങളുണ്ട്. വാട്സപ്പിലേതല്ല, ഒരുപാട് ദൂരെയുള്ള സുഹൃത്തുക്കളുമല്ല, ഏറെ അടുത്തുള്ളവർ ഈ ദൂരം കൊണ്ട് അടുത്തുള്ളവർ എത്ര പേരെ ആത്മാർത്ഥമായി കാണുന്നു. ഹായ് ഹായ് പറയുകയല്ലാതെ അവരെ ഒന്ന് സന്ദർശിക്കാൻ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നതല്ല, യഥാർത്ഥത്തിൽ അവിടെ പോയവരെ കാണാനും സൗഹൃദം പങ്കിടാനും വീണ്ടും പോകാനും വീണ്ടും വരാനും ഒക്കെയുള്ള ആ മനസ്സ് നമുക്കുണ്ടാകട്ടെ. ദൈവം എല്ലാവർക്കും നന്മയുണ്ടാക്കട്ടെ. നമുക്കാവും വണ്ണം ഇതൊക്കെ ജീവിക്കാം. എല്ലാ നന്മകളും പാപങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്ന് മൊഴിമാറ്റം നടത്തിയ, പ്രത്യേകിച്ച് ഇത് വിശദീകരിച്ച ശാന്തിമാം, ഇതിന്റെ കർട്ടന് പിന്നിൽ നിൽക്കുന്ന നയനാർ സാർ, സാബു സാർ, മൊഴിമാറ്റത്തിന് ഏറെ ചുക്കാൻ പിടിച്ച ഓമന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ഉച്ചത്തി കേട്ടുകൊണ്ടിരുന്ന സഹൃദയരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട നല്ല സുഹൃത്തുക്കളെയും എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇന്നേക്ക് എന്റെ വാക്കുകൾക്ക് വിരാമം. താങ്ക് യു. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Enemies too will like those who maintain ties even though very old friends did some mistake. In Kural 8:10, Thiruvalluvar highlights the pinnacle of character, the ability to remain loyal to an old friend even when they have committed a grievance or mistake. He suggests that such unshakable loyalty is so noble that even one's enemies will admire and respect a person who refuses to abandon a long-standing bond. The story Karna and Duryodhana from the Mahabharata. Despite being on the wrong side of the war, Karna remains the ultimate symbol of the loyalty described in Kural 8:10. Even when Karna realized that his friend Duryodhana had made grave mistakes and was leading them forward a lost cause, he refused to abandon him. When Krishna revealed Karna's true lineage as the eldest Pandava to tempt him to switch sides, Karna chose to stay with Duryodhana, valuing their old tie above a kingdom. His commitment was so absolute that his enemies, the Pandavas and even Krishna, could not help but mourn and praise his unwavering loyalty after his fall. This story proves that while Duryodhana's actions were flawed,
Karna's refusal to break the bond of familiarity earned him the eternal respect of the entire world. Why this matters? The beauty of this Quran is the focus on consistency. Anyone can be a friend during the good times, but only a person of true familiarity stays when the friend stumbles. It turns a personal relationship into a public testament of one's integrity. The Tirukural remains a lighthouse for humanity because it provides a practical roadmap for living with integrity, proving that ancient wisdom can solve modern dilemmas. Within its verses, chapter 81 teaches us that the highest form of friendship is one where trust is so absolute that formal boundaries disappear. It challenges us to value familiarity not as a lack of respect, but as a courageous intimacy that survives even when mistakes are made. Ultimately, the Quran suggests that our character is best reflected in how we cherish and protect these long standing bonds. By mastering the art of being a familiar friend, we cultivate a life rooted in unwavering loyalty and grace. The unspoken bond. No knock is needed at the door. No please or thank you for the task. True hearts have settled every score before a friend could even ask. Though they may stumble or do wrong, the old deep roots refuse to bend. For love is quiet, fierce, and strong, and stays until the journey's end. It is wonderful to see such a deep appreciation for the timeless wisdom of the Tirukural. Sharing these insights creates a ripple effect of virtue, and your engagement brings these ancient couplets to life for a modern audience. To Sabu sir, grateful for this digital space that bridges the gap between ancient Tamil philosophy and global seekers, allowing wisdom to transcend border and time. To a big great to Nayanar sir, Joshi sir, Shanti ma'am, Sheila ma'am, Roy sir, George sir, and to the active minds who ask, Srikumari ma'am, minds who ask, analyze, and apply these ethics. You are the living vessels of Thiruvalluvar's vision. To those observing and reflecting in silence, may these pearls of wisdom offer you clarity and strength in your personal journey of friendship and virtue. Thank you to everybody. A closing verse for the community. Old bonds are gold that never rusts with the time. A silent language, rhythmic and sublime. To those who stay when stormy winds may blow. You are the truest wealth a soul can know. Thank you. ഓക്കെ, താങ്ക് യു മാം. നായർ സാറല്ലേ? എന്താ സാർ? ഉണ്ട്. അടുത്ത ആഴ്ചത്തേക്ക് പറയൂ. താങ്ക് യു ശാന്തി മാം. താങ്ക് യു. അടുത്ത ആഴ്ചയിലെ തമിഴില് പറയണമെങ്കിൽ തീ നട്ടു, തീ നിറയോ തീയ എന്നുള്ളതില്, നല്ലതല്ലാത്ത എന്നുള്ളതില്. മലയാളത്തില് തീയത് ദുഷ്ട സംസർഗം അല്ലെങ്കിൽ ദുഷ്ട സ്നേഹം, ഇംഗ്ലീഷിൽ ഈവിൾ കമ്പനി. ഇനിയുള്ളത് അതിൻ്റെ അടുത്ത ചാപ്റ്റർ ഇതുപോലെയാണ്. കൂട നട്പ്,
നിഷിദ്ധ സ്നേഹവും ഫോർബിഡൻ ഫ്രണ്ട്ഷിപ്പുമാണ്. എല്ലാ ഫ്രണ്ട്സിനെ കുറിച്ച് ഇത്ര വളരെ അധികമായിട്ട് പറയുന്നത് തിരുക്കുറളിലേ ഉള്ളൂ. ഓരോ കാറ്റഗറീസ് ആയിട്ടുള്ളത് കേൾക്കും വരും നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ വളരെ കുറഞ്ഞു വരുന്ന പോലെ തോന്നും. പിന്നെ ഇന്ന് നന്നായിട്ടൊന്ന് ശാന്തി മേഡത്തിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാല് കോളേജിലെ ലെക്ചർ ക്ലാസ് എടുക്കുന്ന രീതിക്ക് തന്നെയാണ്. നമുക്ക് ഓരോരുത്തരെയും ഓരോ കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിച്ച് അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ കാണാത്ത മേഖലകളിലൊക്കെ നമ്മളെ കൊണ്ടു ചെല്ലുന്നുണ്ട്. അതേപോലെ ഓമന ടീച്ചർ അത് തന്നെയാണ്. തിരുക്കുറളിന്റെയും അഗാധമായ ആ ഫിലോസഫിക്കൽ ഇത് നന്നായിട്ട് ഗ്ലോബലൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. രണ്ടുപേരും മത്സരിച്ചാണ് നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. 7:10 തുടങ്ങി 8:50 വരെയാണ്. 1 മണിക്കൂർ 40 മിനിറ്റാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. വളരെയധികം നന്ദിയുണ്ട് താപസാറിനും. അങ്ങനെ അവന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചോളൂ. ഓവർ സർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയൂ, സമയം ഇടിയല്ലോ. അപ്പം ശാന്തി മാമിനൊരു താങ്ക്സ്, മോഹൻദാസ് സാറിനും താങ്ക്സ്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, അടുത്ത ആഴ്ച മോഹൻദാസ് സാർ വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ സാർ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ. സന്തോഷം. റോയ് സാർ, ഗുഡ് ഈവനിങ്. ജോഷി സാറേ.